ശിവായ നമഃ 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 പാർവതീപതയേ ഹര ഹര മഹാദേവ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. സർവചൈതന്യരൂപാം താമാദ്യാം വിദ്യാം ച ധീമഹി ബുദ്ധിം യാന പ്രചോദയാത്. ശ്രീശിവമഹാപുരാണം 8ാം ദിവസത്തെ പാരായണ ഭാഗങ്ങളിൽ കോടിരുദ്ര സംഹിതയും ഉമാസംഹിതയുമാണ് നമ്മൾ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ കോടിരുദ്ര സംഹിതയിലെ ജ്യോതിർലിംഗ മഹാത്മ്യ വർണ്ണനത്തിൽ പ്രധാനപ്പെട്ടതായ ജ്യോതിർലിംഗങ്ങളെ നാം ഇവിടെ മുൻപ് പറഞ്ഞു കേട്ടു. അതുതന്നെ തുടരുകയാണ്. സൗരാഷ്ട്രേ സോമനാഥം ച. 12 ജ്യോതിർലിംഗങ്ങളിൽ പ്രധാനമായിട്ടുള്ള സൗരാഷ്ട്രദേശത്തിലെ സോമനാഥേശ്വര ജ്യോതിർലിംഗത്തെ വർണ്ണിച്ചുകൊണ്ട് ആരംഭിച്ച് കാശി വിശ്വേശ്വര ജ്യോതിർലിംഗം, മല്ലികാർജുന ജ്യോതിർലിംഗം, ഭീമേശ്വരം എന്നിങ്ങനെയുള്ള ജ്യോതിർലിംഗ മഹാത്മ്യ വർണ്ണനം ചെയ്തു വന്ന് അടുത്തതായിട്ട് ത്രംബകേശ്വര മഹാത്മ്യത്തെ പറയുകയാണ്. ത്രംബകേശ്വര ജ്യോതിർലിംഗ മഹാത്മ്യത്തിന്റെ അനുബന്ധമായി പറഞ്ഞൊരു കഥ. ഒരിക്കൽ ഗൗതമ മഹർഷി തന്റെ പത്നിയായിട്ടുള്ള അഹല്യയോടുകൂടി തപസ്സനുഷ്ഠിക്കുന്നതായ ആ ഒരു കാലത്ത് ഭൂമിയിൽ എല്ലായിടത്തും അനാവൃഷ്ടി കൊണ്ട് ജലാശയങ്ങളെല്ലാം വറ്റി വരളുകയും അവരുടെ ആശ്രമത്തിൽ അവർക്ക് ആവശ്യത്തിനായിട്ടുള്ള ജലം പോലും ലഭിക്കാതെ വരികയും ചെയ്യുന്നു. അപ്പൊ ഗൗതമൻ ഈ പ്രകൃതി മുഴുവനും ജലം കിട്ടാതെ, മഴ പെയ്യാതെ ജലാശയങ്ങളെല്ലാം വറ്റി വരണ്ട് ഉണങ്ങിപ്പോകുകയാണ്. ജീവജാലങ്ങൾക്കെല്ലാം തന്നെ വൃക്ഷലതാദികളും പക്ഷിമൃഗാദികളും മനുഷ്യരുമെല്ലാം വളരെയധികം ക്ലേശിക്കുന്നു എന്ന് കണ്ടിട്ടാണ് അദ്ദേഹത്തിന് ആ ജീവകാരുണ്യം കൊണ്ടാണ് അദ്ദേഹം വരുണനെ ഭജിക്കാൻ ആരംഭിച്ചു. ജലത്തിന്റെ ദേവതയാണ് വരുണൻ. ആ വരുണനെ പ്രീതിപ്പെടുത്തിക്കൊണ്ട് ഭൂമിയിലെ ജലദൗർലഭ്യം തീർക്കണം എന്നുദ്ദേശിച്ചിട്ടാണ് വരുണനെ ഉപാസിച്ചു. വരുണദേവൻ പ്രത്യക്ഷപ്പെട്ടു ഗൗതമന്റെ മുന്നിൽ. ഇവിടെ ഗൗതമൻ പ്രാർത്ഥിക്കുകയാണ്, യതസ്ത്വം ജലരാശീശ തസ്മാത് ദേയം ജലം മമ അക്ഷയം സർവദേവേശ ദിവ്യം നിത്യഫലപ്രദം. അവിടുന്ന് സന്തോഷിച്ചുവെങ്കിൽ, അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കുകയാണ് എങ്കിൽ ഈ ഭൂമിയിലെ ജലദൗർലഭ്യം തീർത്താലും. അപ്പോൾ വരുണൻ പറഞ്ഞു, ഭൂമിയിൽ എല്ലായിടത്തും ഈ ജലത്തെ പ്രദാനം ചെയ്യണമെങ്കിൽ അതിന് ചില തടസ്സങ്ങളുണ്ട്, ചില കാരണങ്ങളെ കൊണ്ട് ഇങ്ങനെ സംഭവിച്ചിട്ടുള്ളതാണ്. പക്ഷെ എനിക്ക് അങ്ങയെ സഹായിക്കാൻ കഴിയുന്ന, അങ്ങയ്ക്ക് ആവശ്യമായിട്ടുള്ള ജലം ഞാൻ തരാം. അങ്ങയുടെ ഈ ആശ്രമത്തിൽ ഒരു ചെറിയ തടം ഉണ്ടാക്കുക. ആ തടത്തിൽ അങ്ങയ്ക്ക് ആവശ്യമായ ജലം എപ്പോഴും സുലഭമായിട്ടുണ്ടാവും എന്നിങ്ങനെ പറഞ്ഞ് അനുഗ്രഹിക്കുകയും ഈ ഗൗതമൻ നിർമ്മിച്ച ഒരു തടം, അതിൻ്റെ ഉള്ളിൽ അവർക്ക് ആവശ്യത്തിനുള്ള ജലം എപ്പോഴും സുലഭമായി കിട്ടാൻ തുടങ്ങി. അങ്ങനെയാണ് ഗൗതമനും അഹല്യയും ആ ജലം ഉപയോഗിച്ചുകൊണ്ട് തൻ്റെ ആശ്രമത്തിൻ്റെ പരിസരത്ത് മുഴുവനും ധാരാളം ചെടികളൊക്കെ നട്ടു നനയ്ക്കാൻ തുടങ്ങി. ക്രമേണ ആ പ്രദേശം മുഴുവനും
അനേകം വൃക്ഷലതാദികളെ കൊണ്ട് ഒരു വനമായിട്ട് പരിണമിക്കുകയും അവിടേക്ക് പക്ഷികളും മൃഗങ്ങളും ഒക്കെ വന്നു ചേരാൻ തുടങ്ങി. മറ്റിടങ്ങളിൽ നിന്നുള്ള താപസന്മാരൊക്കെ അവിടേക്ക് എത്താൻ തുടങ്ങി. ഈ ഗൗതമന്റെ ആശ്രമത്തിൽ ജലം സുലഭമാണ് എന്ന് കണ്ടിട്ടാണ് അവർക്കും കഴിക്കാൻ ഭക്ഷണമില്ല, വെള്ളമില്ല, കുടിക്കാൻ വെള്ളമില്ല. അപ്പോൾ മറ്റ് താപസന്മാരും ഋഷിപത്നിമാരുമെല്ലാം ഗൗതമനെ ആശ്രയിക്കുകയാണ്. അങ്ങനെ വന്നു ചേരുന്ന എല്ലാവരെയും യാതൊരു പരാതിയും കൂടാതെ എല്ലാവരെയും സ്വീകരിച്ചു. അവർക്ക് വേണ്ട ഭക്ഷണം കൊടുത്തു, അവർക്ക് താമസിക്കാൻ വേണ്ടതായ സൗകര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തു. ഒപ്പം തന്നെ ഇവർക്കൊക്കെ ഭക്ഷണം വേണം. അതിന് ആ പ്രദേശത്തൊക്കെ കൃഷി ചെയ്തും ധാന്യങ്ങളെ വിളയിച്ചും ഒക്കെയാണ് അവര് കാലം കഴിച്ചു കൂട്ടിയത്. അങ്ങനെ കുറേ കാലം കഴിഞ്ഞു. ഒരിക്കൽ ഗൗതമ ശിഷ്യന്മാര് ജലമെടുക്കാൻ വേണ്ടിയിട്ട് ഈ ഗൗതമൻ നിർമ്മിച്ച ആ തടത്തിൽ നിന്നും വെള്ളമെടുക്കാൻ വേണ്ടി പാത്രവുമായിട്ട് ചെല്ലുമ്പോഴാണ് മറ്റു ഋഷിപത്നിമാർ അവരെ തടഞ്ഞു എന്നാണ്. അവർ പറഞ്ഞു, ഞങ്ങളൊക്കെ എടുത്തതിന് ശേഷം എടുത്താൽ മതി. അപ്പോൾ ആ ശിഷ്യന്മാർ വടങ്ങിപ്പോന്നു. ഗൗതമ പത്നിയായിട്ട് അഹല്യയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഏകം അഹല്യ ഒരു പാത്രം എടുത്ത് ആ തടത്തിൻ്റെ സമീപത്തേക്ക് ചെന്നു. മറ്റ് ഋഷിപത്നിമാരെയെല്ലാം മാറ്റി നിർത്തി അതിൽ നിന്ന് വെള്ളം എടുത്തുകൊണ്ട് പോരുകയും ചെയ്തു. അപ്പം അത് അവർക്കൊരു നീരസത്തിനിടയാക്കി. അവരവരുടെ ഭർത്താക്കന്മാരോട് മറ്റ് മഹർഷിമാരോട് പരാതിപ്പെടുകയാണ്. ഗൗതമനും അഹല്യയ്ക്കും അഹങ്കാരമാണ് എന്ന രീതിയിൽ. പക്ഷെ അവരാലോചിക്കണില്ല, ഞങ്ങൾക്ക് ആപത്ത് വന്ന സമയത്ത് ഞങ്ങളെ സഹായിച്ചവരാണ് ഈ ഗൗതമനും അഹല്യയും. അതൊന്നും ചിന്തിക്കാതെയാണ് ആ മഹർഷിമാർ ഗൗതമനെ ഒരു പാഠം പഠിപ്പിക്കണമെന്ന് നിശ്ചയിച്ച് ഗണപതി ഉപാസന ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഗണേശനെ പൂജിക്കുകയും ആ ഗണേശൻ മഹർഷിമാർക്ക് ദർശനം കൊടുത്തുകൊണ്ട് ചോദിച്ചു, എന്താണ് നിങ്ങൾക്ക് വേണ്ടത്, എന്താണ് നിങ്ങളുടെ ആവശ്യം? അപ്പൊ അവരവരുടെ ആവശ്യം പറഞ്ഞു. അപ്പൊ ഗണേശൻ അവർക്ക് ഒരു സൂചന കൊടുത്തു, നിങ്ങളുടെ ഈ ഒരു ആഗ്രഹം അത് തെറ്റാണ്. യാതൊരു ദ്രോഹവും ചെയ്തിട്ടില്ലാത്ത ഗൗതമനെയും അഹല്യയുമാണ് നിങ്ങൾ ഉപദ്രവിക്കാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് അത് തെറ്റാണ്, നിങ്ങളുടെ തന്നെ നാശത്തിന് വഴിവെക്കും എന്നൊക്കെ ഉപദേശിച്ചതിന് ശേഷമാണ് അവർക്ക് ഒരു കൃത്രിമമായിട്ടുള്ള ഒരു പശുവിനെ നിർമ്മിച്ചു കൊടുത്തു എന്നാണ്. മൃതപ്രായയായിട്ടുള്ള, ഭക്ഷണം പോലും കഴിക്കാൻ പറ്റാതെ അടുത്ത നിമിഷം ചത്തുവീഴും എന്ന അവസ്ഥയിൽ നിൽക്കുന്ന ഒരു പശുവിനെയാണ് സൃഷ്ടിച്ചു കൊടുത്തത്. എന്നിട്ട് പറഞ്ഞു, ഇതിനെ ഗൗതമന്റെ യാഗശാലയിലേക്ക് പറഞ്ഞയച്ചോളൂ. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഗണേശൻ അന്തർധാനം ചെയ്തു. ഈ മഹർഷിമാർ അതുപോലെ തന്നെ ആ കൃത്രിമ പശുവിനെ ഗൗതമൻ യാഗം ചെയ്യുന്ന യാഗശാലയിലേക്ക് പ്രവേശിപ്പിച്ചു. അപ്പൊ അദ്ദേഹം ഇത് കാണുകയാണ്. ഒരു പശു ഇങ്ങനെ യാഗശാലയിൽ പ്രവേശിക്കുന്നു. യാഗത്തിന്റെ ആവശ്യത്തിനായി വെച്ചിട്ടുള്ള ഹവിസൊക്കെ അത് ഭക്ഷിക്കാൻ തുടങ്ങുന്നു. വേഗം അദ്ദേഹം ഒരു ദർഭപുല്ല് കയ്യിലെടുത്തിട്ട് പതുക്കെ ആ പശുവിനെ യാഗശാലയിൽ നിന്ന് പുറത്തേക്ക് ആക്കാൻ ശ്രമിച്ചു. ഈ ദർഭപുല്ല് കൊണ്ടുള്ള ആ സ്പർശനമേറ്റതും ആ പശു താഴെ വീണു. അതിന്റെ കഥ കഴിഞ്ഞു. ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുന്ന മഹർഷിമാർ പറയാൻ തുടങ്ങി, ഗൗതമൻ ഗോഹത്യ ചെയ്തു, ആ ഗോഹത്യാപാപത്തിന് പ്രായശ്ചിത്തം ചെയ്യണം എന്നാണ്. എല്ലാ മഹർഷിമാരും ഇതേ കാര്യം ആവർത്തിച്ചപ്പോൾ ഗൗതമൻ അത് അംഗീകരിക്കുകയാണ്. ശരി, നിങ്ങൾ എന്താണോ പറയുന്നത്, എന്ത് പ്രായശ്ചിത്താണോ നിങ്ങൾ നിശ്ചയിക്കുന്നത്, അത് ഞാൻ ചെയ്യാൻ തയ്യാറാണ്. അപ്പോൾ അവിടെ അവർ കുറേ കാര്യങ്ങൾ ഒരു സാധാരണ ഒരു താപസനെ കൊണ്ട് ചെയ്യാൻ കഴിയാത്ത അത്രയും പ്രായശ്ചിത്തങ്ങളെ വിധിക്കുകയാണ്. ഭൂപ്രദക്ഷിണം ചെയ്യണം, ഗംഗയിൽ 108 ശിവലിംഗങ്ങളുണ്ടാക്കി, മണ്ണുകൊണ്ട് ശിവലിംഗങ്ങളുണ്ടാക്കി പൂജിച്ച് ഗംഗയിൽ നിമഞ്ജനം ചെയ്യണം.
ഇങ്ങനെയുള്ള അനേകം തരത്തിലുള്ള പ്രായശ്ചിത്തങ്ങളൊക്കെ അവർ നിശ്ചയിച്ചു. അതെല്ലാം ഗൗതമൻ ശ്രദ്ധയോടുകൂടി ഭൂപ്രദക്ഷിണം ചെയ്തു. മടങ്ങി വന്ന് ഈ മണ്ണുകൊണ്ട് ശിവലിംഗം ഉണ്ടാക്കി പൂജിച്ച് അതിനെ ഓരോന്നിനെയായിട്ട് ഗംഗയിൽ നിമജ്ജനം ചെയ്തു, ഗംഗാ സ്നാനം ചെയ്തു. ഇതെല്ലാം കഴിഞ്ഞതോടുകൂടി ശ്രീപരമേശ്വരൻ ദർശനം കൊടുക്കുകയാണ് ഗൗതമന്. ഗൗതമനോട് പറയുകയാണ് ഭഗവാൻ, അങ്ങ് യാതൊരു തെറ്റും ചെയ്തിട്ടില്ല, എങ്കിൽ കൂടി അങ്ങയെ ഇത്രയധികം ദ്രോഹിച്ചവരാണ് അങ്ങയുടെ കൂടെയുള്ള ഈ താപസന്മാർ. അതുകൊണ്ട് ഞാൻ അവരെ ശിക്ഷിക്കാൻ പോവുകയാണ്. അപ്പൊ ഗൗതമൻ പ്രാർത്ഥിച്ചു, അല്ലയോ മഹാദേവ, ധന്യാസ്തേ ഋഷയോയേസ്തു മഹ്യം ശുഭതരം കൃതം. അവരെനിക്ക് ദ്രോഹം ചെയ്തു എന്ന് ഞാൻ കരുതുന്നില്ല. അവരെനിക്ക് ഒരു തരത്തിൽ സഹായമാണ് ചെയ്തത്. അതുകൊണ്ടാണല്ലോ എനിക്ക് അങ്ങയെ ദർശിക്കാൻ കഴിഞ്ഞത്. ഗംഗാസ്നാനം, അനേകം തവണ ഗംഗാസ്നാനം ചെയ്യാൻ കഴിഞ്ഞു, ശിവപൂജ ചെയ്യാൻ കഴിഞ്ഞു. ഇതിനൊക്കെ കാരണം ഇവരാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് അവരെ ശിക്ഷിക്കരുതേ, എനിക്ക് അവരോട് വിരോധമൊന്നുമില്ല. അപ്പൊ ഗൗതമന്റെ ആ ഒരു നിഷ്കളങ്ക ഭാവം കണ്ട് ഭഗവാൻ അനുഗ്രഹിച്ചു. എന്താണ് വരം വേണ്ടത് എന്ന് ചോദിച്ചു. ഇവിടെ ഗൗതമൻ പ്രാർത്ഥിക്കുകയാണ്, അങ്ങയുടെ സാന്നിധ്യം എന്നും ഇവിടെ ഉണ്ടാവണം. അങ്ങനെ അനുഗ്രഹിച്ചുകൊണ്ടാണ് ഭഗവാൻ അവിടുന്ന് അന്തർധാനം ചെയ്തത്. എന്നും ആ ഗൗതമൻ പൂജിച്ചതായിട്ടുള്ള സ്ഥാനത്ത് ആ ഭഗവാന്റെ സാന്നിധ്യം, ശ്രീശങ്കരന്റെ സാന്നിധ്യം ഉണ്ടാവും എന്ന് അനുഗ്രഹിച്ചു. അതാണ് പിന്നീട് ത്രയംബകേശ്വരൻ എന്ന പേരിൽ പ്രസിദ്ധമായിട്ട് തീർന്ന ജ്യോതിർലിംഗം. ത്രയംബകേശ്വര മഹാത്മ്യത്തെ ഇവിടെ വർണ്ണിച്ചു. അടുത്തതായിട്ട് വൈദ്യനാഥേശ്വര ജ്യോതിർലിംഗം. രാക്ഷസ ചക്രവർത്തിയായിട്ടുള്ള രാവണനുമായിട്ട് ബന്ധിപ്പിച്ചുകൊണ്ടാണ് ഈ വൈദ്യനാഥേശ്വര ജ്യോതിർലിംഗ മഹാത്മ്യത്തെ പറയുക. രാവണോ രാക്ഷസശ്രേഷ്ഠോ മാനീ മാനപരായണ ആരിരാധ ഹരം ഭക്രിയ കൈലാസേ പർവ്വതോത്തമേ. വലിയൊരു ശിവഭക്തനായിരുന്നു രാവണൻ. വളരെ കാലം ശിവഭജനം ചെയ്തു. വളരെയധികം കാലം തപസ് ചെയ്തിട്ടും ഭഗവത് ദർശനം ലഭിക്കുന്നില്ല എന്ന് വരുമ്പോഴാണ് രാവണൻ വേഗം തന്നെ ഒരു വലിയ ഹോമകുണ്ഡം തയ്യാറാക്കി അതിൽ അഗ്നി ജ്വലിപ്പിച്ചു. തൻ്റെ ശിരസ് ഓരോന്നായിട്ട് മുറിച്ച് ഹോമിക്കാൻ തുടങ്ങി. അപ്പോഴേക്കും ഭഗവാൻ ദർശനം കൊടുത്തു. ആഗരം ബഭൂവ തത്രൈവ സന്തുഷ്ടോ ഭക്തവത്സല. എന്നിട്ടാണ് ആ മുറിച്ച് മാറ്റിയ ശിരസുകളൊക്കെ ചേർത്ത് വെച്ച് കൊടുത്തു എന്നാണ്. അതാണ് ഭഗവാന് വൈദ്യനാഥൻ എന്ന് പേര് വരാൻ കാരണം. ഇവർ ചോദിച്ചു, എന്താണ് അങ്ങയുടെ ആഗ്രഹം? എന്തിനു വേണ്ടിയിട്ടാണ് ഇത്ര ഘോരമായിട്ടുള്ള തപസ്സൊക്കെ ചെയ്തത്? എന്താണ് വേണ്ടത്? അപ്പൊ ഇവിടെ രാവണൻ പ്രാർത്ഥിച്ചു, എനിക്ക് അങ്ങയുടെ അനുഗ്രഹം ഉണ്ടാവണം, എനിക്ക് പൂജിക്കാനായിട്ട് ഒരു വിഗ്രഹം അവിടുന്ന് തന്നെ തരണം. എൻ്റെ കൊട്ടാരത്തിൽ, എൻ്റെ രാജധാനിയിൽ, ആ ലങ്കയിൽ എന്നും അവിടുത്തെ സാന്നിധ്യം ഉണ്ടാവാൻ വേണ്ടിയിട്ട്. അപ്പം ഭഗവാൻ ആലോചിച്ചു, ഈ രാവണൻ സ്വതവേ രജോഗുണ പ്രകൃതമാണ്, രാക്ഷസനാണ്. ഇയാൾക്ക് ഈ ശിവപൂജ ചെയ്തിട്ടുള്ള പ്രഭാവം കൂടി കിട്ടിക്കഴിഞ്ഞാൽ ലോകത്തിന് മുഴുവനും ഉപദ്രവമായിട്ട് തീരുമെന്നറിയാം. പക്ഷേ തപസ് ചെയ്ത രാവണനെ നിരാശനാക്കാൻ പാടില്ല. അതുകൊണ്ട് ഭഗവാൻ പൂജിക്കാൻ വേണ്ടിയിട്ടൊരു ശിവലിംഗം നൽകി. എന്നിട്ടൊരു കാര്യം പറഞ്ഞു, ഇത് കൊണ്ടുപോയിക്കോളൂ, പക്ഷേ അങ്ങയുടെ രാജധാനിയിൽ എത്തുന്നതിന് മുൻപ് ഭൂസ്പർശമുണ്ടാവരുത്. അങ്ങനെ ഉണ്ടായാൽ പിന്നെ അത് അവിടെ നിന്ന് നീക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടാണ് ഒരു ശിവലിംഗം രാവണന് പ്രദാനം ചെയ്തു. രാവണൻ അതും കൊണ്ട് പുറപ്പെടാൻ തുടങ്ങിയെന്ന്. ഇവിടെ ഈ മഹാദേവന്റെ ആ ഇച്ഛ എന്താണ്, ഉദ്ദേശം എന്താണെന്ന് അറിയുന്ന ഭഗവാൻ മഹാവിഷ്ണു ഒരു മായ പ്രയോഗിക്കുകയാണ്. ഒരു കാരണവശാലും രാവണൻ ലങ്കയിൽ കൊണ്ടുവച്ചിട്ട് ഈ ശിവപൂജ തുടങ്ങരുത്, ഇപ്പം എന്തെങ്കിലും ഒരു ഉപായം പ്രയോഗിക്കണം എന്ന് നിശ്ചയിച്ചിട്ടാണ്
മാർഗമധ്യേ രാവണൻ യാത്ര ചെയ്യുന്നതായിട്ടുള്ള ആ വഴിയിൽ ഒരു ഗോപകുമാരനായിട്ട്, പശുക്കളെ മേച്ചുകൊണ്ട് നടക്കുന്ന ഒരു ഗോപകുമാരനായിട്ട് അങ്ങനെ നിലകൊണ്ടു. രാവണൻ ഇങ്ങനെ വരുന്നു. എന്തായാലും ആ സമയമായപ്പോൾ രാവണന് കാലുമുഖമൊക്കെ കഴുകണം എന്നൊരു തോന്നലുണ്ടാവുകയാണ്. അതായത് മൂത്രശങ്ക തോന്നുക എന്നാണ് ഇവിടെ പറഞ്ഞത്. അപ്പോൾ ഈ ഭഗവത് വിഗ്രഹത്തെ കയ്യിൽ വെച്ചുകൊണ്ട് അത് പാടില്ലല്ലോ. എന്നാൽ ഇത് ഭൂമിയിൽ വയ്ക്കാനും പറ്റില്ല. പെട്ടെന്നാണ് ഈ ഒരു പശുക്കളെ മേച്ചുകൊണ്ട് നടക്കുന്ന ആ കുട്ടിയെ കാണുന്നത്. അവനെ വിളിച്ചു, ഇത് ഏൽപ്പിച്ചു. ഞാൻ മടങ്ങി വരുന്നത് വരെ നീ ഇത് കയ്യിൽ പിടിക്കണം, താഴെ വയ്ക്കരുത്. രാവണൻ കുറച്ച് മാറിയിട്ട് തൻ്റെ ആവശ്യം നിറവേറ്റാൻ തുടങ്ങുമ്പോഴേക്കും ഈ കുട്ടിയുടെ കയ്യിലിരിക്കുന്ന ഈ വിഗ്രഹത്തിൻ്റെ ഭാരം വർദ്ധിക്കാൻ തുടങ്ങി. അത് വേഗം താഴെ വെച്ചു. ഇത് കാണുകയാണ് രാവണൻ. താഴെ വയ്ക്കരുത് എന്ന് പറഞ്ഞിട്ട് അത് താഴെ വെച്ചുവല്ലോ. വളരെ വ്യഗ്രതപ്പെട്ടുകൊണ്ട് വന്ന് അത് എടുക്കാൻ ഭാവിക്കുകയാണ്. പക്ഷേ അത് ഭൂമിയിൽ നിന്ന് എടുക്കാൻ പറ്റുന്നില്ല. ഭൂമൗ സംസ്ഥാപയാമാസ ഭാരേണാതിപീഡിത തത്രൈവ തസ്ഥിതം ലിംഗം വജ്രസാര സമുദ്ഭവം. രാവണൻ എന്തെല്ലാം ചെയ്തിട്ടും അതിനെ എടുത്തുയർത്താൻ പറ്റുന്നില്ല. ഒടുവിൽ ആ പരിശ്രമം ഉപേക്ഷിച്ച് രാവണൻ പോവുകയും ചെയ്തു. അപ്പൊ രാവണന് അനുഗ്രഹം നൽകി. ആ രാവണനാൽ സ്ഥാപിക്കപ്പെട്ടതായ ശിവലിംഗം എന്നാണ് അറിയപ്പെടുക. പിൽക്കാലത്ത് വൈദ്യനാഥേശ്വരം എന്ന പേരിൽ പ്രസിദ്ധമായിട്ട് തീർന്നത് എന്ന് പറഞ്ഞു. അപ്പൊ രാവണനൊരു ഇച്ഛാഭംഗം ഉണ്ട് എന്നാണ്. തനിക്ക് ആ ഭഗവാന്റെ വിഗ്രഹം കൊണ്ടുവന്ന് പൂജിക്കാൻ കഴിഞ്ഞില്ല. എന്തായാലും കൊട്ടാരത്തിലേക്ക് മടങ്ങിപ്പോയി. പക്ഷെ അപ്പോഴും ദേവന്മാർക്കൊക്കെ ഒരു ഭയമുണ്ട് എന്നാണ്. ശ്രീപരമേശ്വരന്റെ അനുഗ്രഹം കിട്ടിയ ആളാണ് രാവണൻ. ഇനി ഒരു തരത്തിലും അയാളെ പരാജയപ്പെടുത്താൻ കഴിയില്ല. ഇവിടെ ഭഗവാന്റെ സങ്കല്പം വിപരീതമാവണം. ഏറ്റവും വലിയ ശിവഭക്തനായിട്ട രാവണനിൽ ആ ശ്രീപരമേശ്വരന് വിപരീതമായിട്ടുള്ള ഒരു ഒരു ചിന്ത ഉണ്ടാവണം. ഈ വരം കൊടുക്കേണ്ടിയിരുന്നില്ല എന്നൊരു തോന്നൽ വരണം. അതിനാണ് ദേവന്മാർ ശ്രീനാരദ മഹർഷിയെ നിയോഗിക്കുകയാണ്. നാരദ മഹർഷി രാവണന്റെ അടുത്ത് ചെന്നു. വേഗം നാരദനെ സ്വീകരിച്ചു. രാവണന് ഉപചാരങ്ങളെല്ലാം ചെയ്തു. അപ്പോഴാണ് കുശലപ്രശ്നം ചെയ്യുമ്പോൾ രാവണനോട് പറയാൻ തുടങ്ങി, അങ്ങ് തപസ്സൊക്കെ ചെയ്തു വരങ്ങളൊക്കെ നേടിയ ആളാണല്ലോ. പക്ഷേ ദേവന്മാർക്കിടയിൽ ചില അഭിപ്രായം കേട്ടു. അങ്ങക്ക് കിട്ടിയ ആ ബലം, ആ വരം അതൊന്നും ഫലപ്രദമല്ല, അങ്ങക്ക് അതിനൊന്നുള്ള കഴിവൊന്നുമില്ല. അപ്പൊ രാവണന് അത് ബോധിപ്പിക്കണമെന്നൊരു തോന്നൽ വരികയാണ്. നിങ്ങൾക്ക് അതിനുള്ളൊരു കഴിവില്ല എന്ന് നമ്മളോട് ആരെങ്കിലും പറഞ്ഞാൽ കഴിവുണ്ടെന്ന് തെളിയിച്ചു കൊടുക്കണം. അതാണ് രജോ ഗുണത്തിന്റെ ആ ഒരു പ്രഭാവം. അപ്പൊ നമുക്കത് സാധിക്കും, കഴിയും എന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. അപ്പൊ നാരദനൊരു ഉപായം പറഞ്ഞു. എല്ലാവർക്കും ബോധ്യപ്പെടുന്ന രീതിയിൽ താങ്കൾ കഴിവുള്ള ആളാണ്, താങ്കൾക്ക് പ്രഭാവമുണ്ട്, ബലമുണ്ട് എന്ന് തെളിയിക്കാൻ ഞാനൊരു ഉപായം പറഞ്ഞു തരാം. എന്താണ്? കൈലാസം പർവ്വതം എടുത്ത് ഉയർത്തുക. അപ്പം പിന്നെ എല്ലാവർക്കും ബോധ്യവും. കാരണം രാവണനെ കൂട്ടിക്കൊണ്ടുപോയി നാരദൻ കൈലാസ പർവ്വതത്തിന്റെ ചുവട്ടിലെത്തി. രാവണനോട് പറഞ്ഞു, അങ്ങയുടെ ആ ശക്തി തെളിയിച്ചു കൊടുക്കുക, എല്ലാവരും കാണട്ടെ അത്. രാവണന് പ്രയാസമൊന്നുമില്ല. തൻ്റെ കൈകളെ ഈ പർവ്വതത്തിന്റെ ചുവട്ടിലേക്ക് അങ്ങോട്ട് കടത്തിയിട്ട് അത് ഉയർത്താൻ ആരംഭിച്ചു. അപ്പൊ ഇവിടെ നാരദൻ പറഞ്ഞു, ഉയർത്തിയാൽ മാത്രം പോരാ, ഒന്ന് അമ്മാനമാടണമെന്നാണ്. ഒന്ന് മുകളിലേക്ക് ഇടുക, താഴേക്ക് വരുമ്പോൾ വീണ്ടും കൈകൊണ്ട് പിടിക്കുക. അങ്ങനെ ഒരു 2-3 പ്രാവശ്യം ഒന്ന് അമ്മാനമാടുക. ഈ പ്രവൃത്തി തുടങ്ങിയതോടുകൂടി ഈ പർവ്വതം കിടന്ന് കുലുങ്ങാൻ തുടങ്ങി. അപ്പോൾ പാർവതീ ദേവി ഭഗവാനോട് പറയുകയാണ്, കണ്ടില്ലേ അങ്ങയുടെ ഭക്തൻ ആ
രാവണന് ആവശ്യമില്ലാത്ത വരങ്ങൾ കൊടുത്തു. ഇപ്പോൾ നമുക്ക് തന്നെ ഉപദ്രവമായതുകൊണ്ട് ഇങ്ങനെ പാർവതിയുടെ ആ ഒരു അനിഷ്ടം പാർവതീ ദേവി പ്രകടിപ്പിക്കുകയാണ്. അപ്പം ഭഗവാനും തോന്നി ശരിയാണ്, ഈ വരങ്ങൾ കൊടുത്തത് വേണ്ടിയിരുന്നില്ല, അപ്പം അവൻ്റെ ആ അഹങ്കാരം ശമിപ്പിക്കണം എന്ന് കരുതിയിട്ടാണ് ഭഗവാൻ തൻ്റെ പാദം കൊണ്ട് ആ പർവ്വതത്തിൻ്റെ ഉപരിഭാഗത്തൊന്ന് ചവിട്ടിയെന്നാണ്. പെട്ടെന്ന് രാവണന്റെ കയ്യിൽ നിന്നും അത് താഴേക്ക് പതിക്കുകയും ചെയ്തു. അപ്പൊ ഭഗവാന്റെ സങ്കല്പം വിപരീതമായി മാറിക്കഴിഞ്ഞു. നിന്റെ ഈ എത്ര ബലമുണ്ടെങ്കിലും നിന്നെ നിഗ്രഹിക്കാൻ പാകത്തിന് ഒരു അവതാരമുണ്ടാവും. അന്ന് നിന്റെ ഈ ബലമൊന്നും നിനക്ക് സഹായകമായിട്ട് തീരില്ല എന്ന ആ ഒരു മഹാദേവന്റെ വിപരീത സങ്കല്പം. ആദ്യം അനുഗ്രഹം കൊടുത്തു, ഇപ്പോൾ ഒരു ശാപവും രാവണന് വന്നു ചേരുകയാണ് ഉണ്ടായത്. പിന്നീടാണ് ഭഗവാൻ മഹാവിഷ്ണു ശ്രീരാമാവതാരത്തെ സ്വീകരിച്ചു. അതിനുശേഷമാണ് രാവണാദി രാക്ഷസന്മാരെയൊക്കെ നിഗ്രഹിച്ചു എന്നൊക്കെയുള്ള കഥ പ്രസിദ്ധമാണ്. ഇപ്പൊ രാവണനാൽ സ്ഥാപിക്കപ്പെട്ട, രാവണനാൽ ആരാധിക്കപ്പെട്ടതായ ആ ഒരു ജ്യോതിർലിംഗം, അതാണ് വൈദ്യനാഥേശ്വര ജ്യോതിർലിംഗം എന്ന് പറഞ്ഞു. ഈ രാമേശ്വര ജ്യോതിർലിംഗം ശ്രീരാമനാൽ പൂജിക്കപ്പെട്ടതാണ്. രാവണ നിഗ്രഹത്തിന് വേണ്ടിയിട്ട് ഭഗവാൻ മഹാവിഷ്ണു ശ്രീരാമ അവതാരത്തെ സ്വീകരിക്കുകയും ആ ശ്രീരാമചന്ദ്രൻ പത്നിയായിട്ടുള്ള സീതാദേവിയോടും അനുജനായിട്ട് ലക്ഷ്മണനോടും കൂടി വനവാസത്തിന് പോവുകയും അവിടുന്ന് സീതാദേവിയെ രാവണൻ അപഹരിച്ചു കൊണ്ടുപോകുന്നു. ആ സീതാദേവിയെ വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടാണ് ശ്രീരാമൻ വാനരന്മാരുമായിട്ട് സുഗ്രീവാദികളുമായിട്ട് സഖ്യം ചെയ്ത് വാനര സൈന്യങ്ങളോടുകൂടി സേതുബന്ധനം ചെയ്ത് ലങ്കയിലെത്തുന്നത്. അപ്പൊ ഇവിടെ ഈ ശ്രീരാമചന്ദ്രൻ ശിവ ഉപാസനയെ ചെയ്തതായിട്ടുള്ള സന്ദർഭം, സീതാന്വേഷണം ചെയ്ത് പുറപ്പെട്ട ഭഗവാൻ സമുദ്രതീരത്തെത്തി. അപ്പോഴാണ് ഭഗവാന് ദാഹം തോന്നുകയാണ്. ഉവാച ഭാതരം പ്രീത്യ ജലാർത്ഥി ലക്ഷ്മണാവിധം. ശ്രീരാമൻ ലക്ഷ്മണനോട് പറയുകയാണ്, ലക്ഷ്മണ, എനിക്ക് വല്ലാതെ ദാഹം തോന്നുന്നു, കുറച്ച് ജലം, പാനയോഗ്യമായിട്ടുള്ള ജലം തന്നാലും. വേഗം തന്നെ ലക്ഷ്മണൻ കുടിക്കാനുള്ള ജലം കൊണ്ടുവന്നു. അപ്പോഴാണ് ആ ശ്രീരാമൻ തൻ്റെ ഉപാസനാമൂർത്തിയായിട്ടുള്ള ആ ഭഗവാനെ ഒന്ന് സ്മരണ ചെയ്തുകൊണ്ട്, ഏതൊരു കാര്യത്തിന് വേണ്ടി നമ്മൾ പുറപ്പെടുമ്പോഴും നമ്മളുടെ ഉപാസനാമൂർത്തിയെ സ്മരണ ചെയ്തിട്ട് വേണമെന്നാണ് പറയുക. നമ്മളുടെ ഇഷ്ടദേവതയെ ഭജിച്ചുകൊണ്ട് ആരാധിച്ചുകൊണ്ട് വേണം നമ്മൾ ഏതൊരു കാര്യത്തിന്, ഏതൊരു ഉദ്യമത്തിന് ഇറങ്ങിത്തിരിക്കുമ്പോഴും. ഈ വെള്ളം കുടിക്കാൻ ഭാവിക്കുമ്പോഴാണ് ശ്രീരാമൻ ചിന്തിച്ചത്, ഞാൻ സീതാന്വേഷണം ചെയ്ത് പുറപ്പെട്ടിട്ട് ആ ശിവപൂജ ചെയ്തില്ലല്ലോ, ഭഗവത് സ്മരണ ചെയ്തില്ലല്ലോ എന്ന വിചാരം കൊണ്ടാണ് നകൃതം ദർശനം ശംഭോ ഗൃഹ്യതേജ ജലം കഥം സ്വസ്വാമിന പരേശസ്യ സർവാനന്ദപ്രദസ്യ വൈ. അപ്പോൾ താനീ ദാഹജലം കുടിക്കുന്നതിന് മുൻപ് ശിവപൂജയെ ചെയ്യണമെന്ന് നിശ്ചയിച്ചിട്ടാണ് പശ്ചാച്ച പാർത്ഥിവീം പൂജാം ചകാര രഘുനന്ദന. ഇപ്പൊ സമുദ്രതീരമാണ്, അവിടെ മണ്ണുകൊണ്ടുള്ള വിഗ്രഹം എന്ന് പറഞ്ഞുവെങ്കിലും വാസ്തവത്തിൽ നിർമ്മിച്ചത് മണലുകൊണ്ടാണ്. അതുകൊണ്ടാണ് അത്ര രാമേശ്വര ജ്യോതിർലിംഗം സ്ഫടികലിംഗമായിട്ട് അറിയപ്പെടാൻ കാരണം. ഇതിന്റെ പിന്നിൽ മറ്റു ചില രാമായണങ്ങളിൽ, വാൽമീകി രാമായണത്തിൽ കാണുന്നില്ല, മറ്റു ചില രാമായണങ്ങളിൽ പരാമർശിച്ച് കാണുന്നത് പൂജിക്കാൻ വേണ്ടിയിട്ടൊരു ശിവലിംഗം കൊണ്ടുവരൂ എന്ന് ഹനുമാനോട് നിർദ്ദേശിച്ചു എന്നും, എന്നാൽ ഹനുമാൻ മടങ്ങി വരാൻ താമസിക്കുന്നോറും ശ്രീരാമചന്ദ്രന് മുഹൂർത്തം കഴിഞ്ഞു പോകുന്നു, മുഹൂർത്തം അതിക്രമിക്കുന്നു എന്ന് തോന്നലുണ്ടാവുകയും പെട്ടെന്ന് സീതാ ദേവി തന്നെ നിർമ്മിച്ചു കൊടുത്ത ശിവലിംഗം, അതായത്
സീതാന്വേഷണം ചെയ്ത് പുറപ്പെട്ട് രാവണ നിഗ്രഹം കഴിഞ്ഞ് മടങ്ങി വന്നതിന് ശേഷമാണ് അവിടെ ശിവലിംഗം പ്രതിഷ്ഠിച്ച് പൂജിച്ചത് എന്ന രീതിയിലൊരു കഥ വേറെ കേൾക്കാം. അപ്പോൾ മടങ്ങി വരുമ്പോൾ അവിടെ ആ ധനുഷ്കോടിയിൽ അല്ലെങ്കിൽ സേതുബന്ധനം ആരംഭിച്ച ആ ഇടത്ത് ഇറങ്ങി അവിടെ വെച്ചിട്ട് ശിവപൂജ ചെയ്തു എന്ന രീതിയിലാണ്. അപ്പോഴാണ് സീതാദേവി മണലുകൊണ്ട് ശിവലിംഗം ഉണ്ടാക്കി കൊടുത്തു. അതവിടെ സ്ഥാപിച്ചു പൂജിക്കാൻ തുടങ്ങിയപ്പോഴേക്കും ഹനുമാൻ കൊണ്ടുവന്നു വേറൊരു ശിവലിംഗം. അപ്പൊ ഹനുമാനൊരു ഇച്ഛാഭംഗം, താൻ കൊണ്ടുവന്ന ആ വിഗ്രഹം ഭഗവാൻ സ്വീകരിച്ചില്ലല്ലോ, പൂജിച്ചില്ലല്ലോ, അത് കുറച്ച് ദൂരെയായിട്ട് പ്രതിഷ്ഠിച്ചു എന്നാണ്. ഇന്നും നമുക്ക് അവിടെ പോയാൽ കാണാം ഈ ഹനുമാൻ പ്രതിഷ്ഠിച്ച മറ്റൊരു ശിവലിംഗം രാമേശ്വരത്തിലെ തന്നെ കുറച്ച് അപ്പുറത്തായിട്ട് കാണാം. അങ്ങനെ ഒരു ഐതിഹ്യം ഉണ്ട്. എന്തായാലും ഇവിടെ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ ശിവപൂജ ചെയ്തു എന്നാണ്. പശാച പാർത്ഥിവീം പൂജാം ചകാര രഘുനന്ദന അവാഹനാദികാം ശൈവ ഹ്യുപചാരാൻ പ്രകല്പ്യവൈ വിധിവൽ ഷോഡശം പ്രീത്യ ദേവമാനോച്ച ശങ്കരം പ്രണിപാതൈ സ്തവൈ ദിവ്യൈ ശിവം സന്തോഷിയത്നത. സ്വാമിൻ ശംഭോ മഹാദേവ സർവദാ ഭക്തവത്സല പാഹി മാം ശരണാപന്നം ത്വദ്ഭക്തം ദീനമാനസം. 16 ഉപചാരങ്ങളോടുകൂടി ശിവപൂജയെ ചെയ്തു, സ്തുതിച്ചു. ഭഗവാൻ ദർശനം കൊടുത്തു എന്നാണ്. രാവണ നിഗ്രഹത്തിന് വേണ്ടിയിട്ടുള്ള അനുഗ്രഹമൊക്കെ നൽകി. അപ്പൊ അവിടെ പ്രാർത്ഥിക്കുകയാണ്, ശ്രീരാമൻ പ്രാർത്ഥിക്കുകയാണ് ആ മഹാദേവനോട്. ത്വയാ സ്ഥേയമിഹസ്വാമിൻ ലോകാനാം പാവനായ ച പരേഷാം ഉപകാരാർത്ഥം യതി തുഷ്ടോസി ശങ്കര. അവിടുന്ന് സന്തോഷിക്കുന്നുവെങ്കിൽ ഈ വിഗ്രഹത്തിൽ, ഈ സ്ഥാനത്ത് അങ്ങയുടെ നിത്യസാന്നിധ്യം ഉണ്ടാവണം, ലോകത്തിനെ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ട് എന്ന് പ്രാർത്ഥിക്കുകയും അപ്രകാരം ശ്രീരാമനാൽ ആരാധിക്കപ്പെട്ടതായ ശിവലിംഗമാണ് പിന്നീട് രാമേശ്വരം എന്ന പേരിൽ പ്രസിദ്ധമായിട്ട് തീർന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭാരതത്തിന്റെ വടക്ക് ദിക്കിൽ വാരാണസി, കാശിയിൽ പോയി നമ്മൾ പറഞ്ഞു, കാശിയിൽ വിശ്വേശ്വര ജ്യോതിർലിംഗ മഹാത്മ്യത്തിൽ കേട്ടു. പിതൃകർമ്മങ്ങൾ ചെയ്യുക, അല്ലെങ്കിൽ മരണശേഷമാണെങ്കിൽ ആ അസ്ഥികളൊക്കെ നിമജ്ജനം ചെയ്യുക, ചിതാഭസ്മമൊക്കെ വാരാണസിയിൽ ഗംഗയിൽ നിമജ്ജനം ചെയ്യുക, അതൊക്കെ മുക്തികരമാണ്, പിതൃക്കളുടെ സദ്ഗതിക്ക് വേണ്ടിയിട്ട്. അതേപോലെ ദക്ഷിണ ഭാരതത്തിൽ നമുക്ക് ഏവർക്കും നമ്മളുടെ സമീപത്തുള്ള രാമേശ്വരമാണ് ഈ പിതൃകർമ്മങ്ങൾക്ക് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരിടം. അവിടെ പോയിട്ട് സമുദ്രത്തിൽ സ്നാനം ചെയ്യുക, പിതൃകർമ്മങ്ങളെ ചെയ്യുക, തർപ്പണം ചെയ്യുക തുടങ്ങിയിട്ടുള്ള ആ പ്രായശ്ചിത്തങ്ങളൊക്കെ നമ്മൾ ചെയ്യാറുണ്ട് സാധാരണ. അപ്പോൾ പിതൃപ്രീതിക്ക് ഏറ്റവും ഒരു അനുയോജ്യമായ, ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു ഇടം കൂടിയിട്ടാണ് ഈ രാമേശ്വരം. രാമേശ്വര ജ്യോതിർലിംഗത്തിന്റെ മഹാത്മ്യം ഇവിടെ പറഞ്ഞു. അതിനുശേഷം ഏറ്റവും ഒടുവിലത്തേതായി 12ാമത്തെ ജ്യോതിർലിംഗ മഹാത്മ്യത്തെ കുറിച്ച് പറയുകയാണ്. ഘുഷ്മേശ്വര ജ്യോതിർലിംഗം എന്നാണ് അറിയപ്പെടുന്നത്. സുധർമ്മ എന്നും, സുധർമ്മൻ എന്ന ഒരു ഭക്തൻ, അദ്ദേഹത്തിന്റെ പത്നി സുദേഹ, ഈ ദമ്പതിമാർക്ക് സന്തതി ഭാഗ്യം ഉണ്ടായിരുന്നില്ല എന്നും വളരെ കാലം അവര് പ്രാർത്ഥനകളുമൊക്കെ ആയിട്ട് അങ്ങനെ സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ടും പല പ്രായശ്ചിത്തങ്ങൾ ചെയ്തുകൊണ്ടും ഒരു കുട്ടി ഉണ്ടാവണമെന്ന ആഗ്രഹത്തോടുകൂടി കാത്തിരുന്നു. പക്ഷേ അവർക്ക് പുത്രഭാഗ്യമൊന്നും കിട്ടിയിട്ടില്ല. ഇടയ്ക്കിടയ്ക്ക് ഈ ഭാര്യ ഭർത്താവിനോട് പരാതിപ്പെടും. പലയിടങ്ങളിലും വിശേഷ സമയങ്ങളിലൊക്കെ എല്ലാ ബന്ധുക്കളും കൂടി ചേരുന്ന ഇടത്ത് ചെന്നാൽ എല്ലാവരും ഈ സുദേഹയെ അകറ്റി നിർത്തുന്നത് പോലെയാണ്. സത്കർമ്മങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്കിടയിലും ഉണ്ട്, ചിലയിടത്തൊക്കെ കാണാം, വൈധവ്യം ബാധിച്ചവര് അല്ലെങ്കിൽ വന്ധ്യകളായിട്ടുള്ള സ്ത്രീകളെ സൽക്കർമ്മങ്ങൾക്കൊന്നും കൂട്ടില്ല. ഇപ്പം എന്തെങ്കിലും ഒരു മംഗളകർമ്മമാണ്, അപ്പം അതില്
താലമെടുക്കാനോ അല്ലെങ്കിൽ മുന്നിൽ നിൽക്കാനോ ഒന്നും അനുവദിക്കില്ല. അവരെയൊക്കെ നിഷേധിക്കും. നിങ്ങൾ വൈധവ്യം ബാധിച്ചവരാണ്, അല്ലെങ്കിൽ സന്തതികളില്ലാത്തവരാണ്, വന്ധ്യകളാണ്, അതുകൊണ്ട് ഇതിലൊന്നും പങ്കെടുക്കേണ്ടത് എന്ന് പറഞ്ഞാൽ അവരെ അകറ്റി നിർത്തുന്നതായ പ്രവണത. അപ്പോൾ എല്ലാവരിൽ നിന്നും ഈ ഒരു അകൽച്ച എന്നാണ്. തന്നെ ഒരു പ്രത്യേക കണ്ണുകൊണ്ട് കാണുക, ഒരു ഉപേക്ഷാ മനോഭാവം, ഇതൊക്കെ ഈ സുദേഹയെ വല്ലാതെ വേദനിപ്പിക്കുകയും. ഒരു ദിവസം ഗൃഹത്തിൽ ഈ സുധർമ്മൻ ഭഗവത് പൂജയെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ സുദേഹ അടുത്ത് ചെന്നിട്ട് ചോദിച്ചു, നമ്മൾ എന്തെങ്കിലും ദുഷ്കർമ്മം ചെയ്തിട്ടായിരിക്കുമോ നമുക്ക് പുത്രന്മാരൊന്നും ഉണ്ടാവാത്തത് എന്നിങ്ങനെ സങ്കടം പറയുമ്പോഴാണ് പെട്ടെന്ന് അദ്ദേഹം 2 പൂക്കൾ എടുത്ത് മുന്നിൽ വെച്ചു എന്നാണ്. ഒരു ചുവന്ന പുഷ്പം, ഒരു വെളുത്ത പുഷ്പം, ഇത് 2 മുന്നിൽ വെച്ചിട്ട് സുദേഹയോട് പറഞ്ഞു, നീ ഇതിലേതെങ്കിലും ഒന്നിലൊന്ന് സ്പർശിക്കൂ. അപ്പോൾ വേഗം ഈ സുദേഹ അദ്ദേഹം എടുത്തു വെച്ച ആ ചുവന്ന പൂവില് സ്പർശിച്ചു. അതിനെ ലക്ഷണമാക്കിക്കൊണ്ട് ഈ സുധർമ്മൻ പറയുകയാണ്, നമുക്ക് സന്തതികൾ ഉണ്ടാവാൻ യോഗമില്ല. കാരണം ഞാൻ സങ്കല്പം ചെയ്തതാണ്, നീ വെളുത്ത പൂവാണ് സ്പർശിക്കുന്നതെങ്കിൽ നമുക്ക് സന്തതികൾ ഉണ്ടാവും, നേരെ മറിച്ചാണ് എങ്കിൽ ഉണ്ടാവില്ല. അതാണ് വിധി. അപ്പോൾ നീ അതുപോലെ തന്നെയാണ് ആ ചുവന്ന പുഷ്പമാണ് സ്പർശിച്ചത്, അതുകൊണ്ട് നമുക്ക് പുത്രന്മാരൊന്നും ഉണ്ടാവില്ല, അതാണ് നമ്മളുടെ യോഗമെന്ന് കരുതുക. അതോടുകൂടി അവരുടെ സങ്കടം വർദ്ധിക്കുകയാണ് ഈ സുദേഹയുടെ. മറ്റൊരിക്കൽ ഈ സുദേഹ ഭർത്താവിനെ സമീപിച്ചുകൊണ്ട് പറയുകയാണ്, ഒരുപക്ഷെ എൻ്റെ ദുരിതം കൊണ്ടായിരിക്കാം, എൻ്റെ പൂർവജന്മ പ്രാരബ്ധമായിരിക്കാം നമുക്ക് സന്തതികൾ ഉണ്ടാവാത്തത്. അങ്ങനെയെങ്കിൽ അങ്ങ് മറ്റൊരു വിവാഹം കഴിക്കും. ഭാര്യ തന്നെ ഭർത്താവിനെ പ്രേരിപ്പിക്കുകയാണ്, അങ്ങൊരു മറ്റൊരു വിവാഹം കഴിക്കും. അപ്പം ആദ്യം അതൊന്നും ഈ സുധർമ്മൻ കൂട്ടാക്കിയില്ല, അതൊന്നും ശരിയാവില്ല. പിന്നീട് സപത്നി മത്സരം ഉണ്ടാവും. പുരാണങ്ങളിലൊക്കെ കഥകൾ കേട്ടിട്ടില്ലേ, ഉത്താനപാദന്റെ പത്നിയായിട്ട് സുനീതി, സുരുചി. ഇതൊക്കെ വലിയ സങ്കടമാവും, നിനക്ക് തന്നെ ഒടുവിൽ അത് സങ്കടത്തിന് ഇടയാക്കും. അതൊന്നും വേണ്ട. പലപ്പോഴായിട്ട് ഈ സുദേഹ അങ്ങനെ പ്രേരിപ്പിക്കുകയും ഒടുവിൽ അവർ തന്നെ ഒരു ഉപായം പറഞ്ഞു, അങ്ങ് സപത്നി മത്സരം ഉണ്ടാവുമെന്ന് ഭയപ്പെടുകയാണെങ്കിൽ എൻ്റെ അനുജത്തിയെ വിവാഹം ചെയ്യൂ. ഈ സുദേഹയ്ക്കൊരു അനുജത്തിയുണ്ട്, ഖുഷ്മ എന്നാണ് പേര്. വലിയ ശിവഭക്തയാണ്. നിത്യവും അവരുടെ ഒരു ദിനചര്യ എന്ന് പറഞ്ഞാൽ നിത്യവും മണ്ണുകൊണ്ട് ശിവലിംഗം ഉണ്ടാക്കി പൂജിക്കും. പൂജ കഴിഞ്ഞാൽ അതിലെ ചൈതന്യത്തെ ഉദ്വസിച്ച് ആ ശിവലിംഗം കൊണ്ടുവന്ന് ജലത്തിൽ, ഒരു തടാകത്തിൽ നിമജ്ജനം ചെയ്യും. അങ്ങനെ ശിവാരാധനയെ ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ആളാണ് ഈ കുഷ്മ. അപ്പോൾ സുദേഹ പ്രേരിപ്പിക്കുകയാണ് തൻ്റെ ഭർത്താവിനെ, സുധർമ്മനെ പ്രേരിപ്പിക്കുകയാണ്, എൻ്റെ അനുജത്തിയെ വിവാഹം കഴിച്ചോളൂ. അപ്പോൾ ഞങ്ങൾ ജ്യേഷ്ഠത്തി അനുജത്തി ആയതുകൊണ്ട് ഒരിക്കലും മത്സരിക്കില്ല, കലഹം ഉണ്ടാവില്ല. ഇങ്ങനെ പറഞ്ഞ് ഒടുവിൽ അത് അംഗീകരിച്ചു സുധർമ്മൻ. ഈ സുദേഹയുടെ അനുജത്തിയായിട്ടുള്ള ഖുഷ്മയെ വിവാഹം ചെയ്തു. കുറച്ചു കാലം കഴിഞ്ഞു. എന്തായാലും ആ ഖുഷ്മയിൽ ഒരു പുത്രൻ ജനിക്കുകയും ചെയ്തു. എല്ലാവർക്കും വലിയ സന്തോഷമായി. പക്ഷെ അതുവരെ സ്നേഹത്തോടുകൂടി കഴിഞ്ഞുകൂടിയ ഈ സുദേഹയ്ക്ക് തൻ്റെ അനുജത്തിക്ക് ഒരു പുത്രനുണ്ടായി എന്ന് കണ്ടതോടെ അസൂയ വളരാൻ തുടങ്ങി. കാരണം അവിടെ വരുന്ന ബന്ധുക്കളൊക്കെ ഈ ഖുഷ്മയുടെ അടുത്ത് പോകും, കുട്ടിയെ കാണും, സമ്മാനങ്ങൾ കൊടുക്കും, അവരോട് കുശലപ്രശ്നം ചെയ്യും. അപ്പൊ തന്നെ അകറ്റി നിർത്തുന്നത് പോലെ തോന്നുകയാണ്, തന്നെ ആരും ഗൗനിക്കുന്നില്ല, താനിവിടെ ഒരു അധികപ്പറ്റാണ് എന്നൊക്കെ ഒരു തോന്നൽ വരികയാണ്. പതുക്കെ ഈ അസൂയ വളർന്ന് പലതും ആലോചിക്കാൻ തുടങ്ങിയതാണ്. ഒടുവിൽ അവരൊരു ഉപായം കണ്ടുപിടിച്ചു. തൻ്റെ ദുഃഖത്തിന് കാരണം ഈ അനുജത്തിയുടെ മകനാണ്. ആ കുട്ടിയെ ഇല്ലാതെയാക്കണം, നിഗ്രഹിക്കണം എന്നൊരു വിചാരം വരികയാണ്. അങ്ങനെയാണ് ഒടുവിൽ സുദേഹ ആരും അറിയാതെ രാത്രിയിൽ കിടന്നുറങ്ങുന്ന ഈ കുട്ടിയെ മുക്കുമായൊക്കെ പൊത്തിപ്പിടിച്ചു.
കഴുത്തങ്ങോട്ട് മുറിച്ചു. ശരീരം പല ഭാഗങ്ങളാക്കി മുറിച്ചു എന്നാണ്, അനേക ഖണ്ഡങ്ങളാക്കി മുറിച്ചിട്ട് ആ ശരീരഖണ്ഡങ്ങൾ മുഴുവനും ഈ ഖുഷ്മ എന്നും ശിവപൂജ ചെയ്ത് ആ ശിവലിംഗങ്ങളെ നിമഞ്ജനം ചെയ്യാനുള്ള തടാകത്തിൽ കൊണ്ടുവന്ന് നിക്ഷേപിച്ചു. പിറ്റേന്ന് പ്രഭാതമായി പതിവ് പോലെ ഖുഷ്മ ശിവപൂജയെല്ലാം കഴിഞ്ഞു. അപ്പോഴാണ് അറിയണത് തൻ്റെ മകനെ തനിക്ക് നഷ്ടപ്പെട്ടു. കാരണം വീടിൻ്റെ ഉള്ളിൽ അവിടെ ഇവിടെയൊക്കെ രക്തത്തിൻ്റെ കറ കാണാം, ആ കുട്ടിയെ കാണാനില്ല. അപ്പൊ എന്തോ ആപത്ത് പറ്റിയെന്ന് ഖുഷ്മയ്ക്ക് ബോധ്യമായി. എന്തായാലും ആ പൂജ മുഴുവനാക്കി പതിവ് പോലെ ആ തടാകത്തിൽ കൊണ്ടുവന്ന് ആ ഭഗവാന്റെ ശിവലിംഗം, ആ മണ്ണുകൊണ്ടുള്ള ശിവലിംഗം, പാർത്ഥിവ ശിവലിംഗം നിക്ഷേപിച്ചു. എന്നിട്ട് അവിടെ നിന്ന് നിങ്ങൾ കരയാൻ തുടങ്ങിയെന്നാണ്. അങ്ങനെ കരയുന്ന ആ ഖുഷ്മയുടെ മുന്നിലേക്ക് ആ തടാകത്തിൽ നിന്നും ആ കുട്ടി കയറി വരുന്ന ഒരു കാഴ്ചയാണ് ഖുഷ്മ കാണുന്നത്. ഭഗവാൻ അവിടെ ദർശനം കൊടുത്തുകൊണ്ട് ഖുഷ്മയെ അനുഗ്രഹിച്ചു. ദാ നിന്റെ മകൻ ജീവനോടുകൂടിയുണ്ട് എന്ന് പറഞ്ഞ് ആ പുത്രനെ തിരികെ കൊടുക്കുന്നു. നിന്റെ മകന്റെ മരണത്തിന് കാരണം നിന്റെ ജ്യേഷ്ഠത്തി തന്നെയാണ്, സുദേഹയാണ്. ഏനാംച മാരയിഷ്യാമി തൃശൂലേന വരാനനെ, ഞാൻ ഈ തൃശൂലം കൊണ്ട് ആ സുദേഹയെ നിഗ്രഹിക്കാൻ പോകുകയാണ്. അപ്പൊ ഖുഷ്മ എന്താ പ്രാർത്ഥിച്ചത്? തവദർശന മാത്രേണ പാതകം നൈവ തിഷ്ഠതി ഇദാനിം ത്വാം ച വൈ ദൃഷ്ട്വാ തൽപാപം ഭസ്മതാം വ്രജേ. ഭഗവാനെ, അവിടുത്തെ ദർശനം ഉണ്ടായാൽ തന്നെ ഒരുവന്റെ പാപങ്ങളൊക്കെ ഇല്ലാതെയാവും. അങ്ങനെയെങ്കിൽ ആ സുദേഹ, എന്റെ ജ്യേഷ്ഠത്തിയായിട്ടുള്ള സുദേഹയുടെ ഈ പാപം മുഴുവൻ പോവില്ലേ? ആ സുദേഹയും അവിടുന്ന് അനുഗ്രഹിച്ചുകൂടെ? എനിക്ക് എൻ്റെ ജ്യേഷ്ഠത്തിയോട് ഒരു വിരോധമൊന്നും തോന്നുന്നില്ല. അപ്പോൾ പോലും തൻ്റെ മകനെ കൊന്ന, തൻ്റെ മകന്റെ മരണത്തിന് കാരണമായിട്ടുള്ള ആ സുദേഹയോട് അപ്പോൾ പോലും ഖുഷ്മയ്ക്ക് ഒരു ശത്രുത തോന്നുന്നില്ല. എന്തായാലും ഭഗവാൻ അനുഗ്രഹിച്ചു. മാത്രമല്ല, ഇനി എന്താണ് വരം വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ഈ ഖുഷ്മ പ്രാർത്ഥിക്കുകയാണ്, എനിക്ക് ദർശനം നൽകിയ ഈ ഒരു സ്ഥാനത്ത് അവിടുത്തെ ആ സാന്നിധ്യം എന്നും ഉണ്ടാവണമെന്ന് പ്രാർത്ഥിച്ചു. വളരെ കാലങ്ങളായിട്ട് ഖുഷ്മ പാർത്ഥിവ ശിവലിംഗങ്ങളെ സ്ഥാപിച്ചിരുന്നതായ ആ തടാകത്തിൽ തന്നെയാണ് പിന്നീട് എന്നും അവിടെ ആ ശിവലിംഗത്തിൽ ശിവസാന്നിധ്യം ഉണ്ടായിരുന്നുവെന്നും അതാണ് പിൽക്കാലത്ത് ഖുഷ്മേശ്വര ജ്യോതിർലിംഗമായിട്ട് മാറിയത് എന്നും ഐതിഹ്യം. അത്തരത്തിൽ 12 ജ്യോതിർലിംഗങ്ങളെ ഇവിടെ വർണ്ണിച്ച് സമർപ്പിക്കുകയാണ്. കോടിരുദ്ര സംഹിതയുടെ അവസാന ഭാഗത്തിലാണ് ശിവസഹസ്രനാമവും ശിവരാത്രി മഹാത്മ്യത്തെയും വളരെ വിശദമായിട്ട് വർണ്ണിച്ചത്. ഒരു ശിവസഹസ്രനാമം നമുക്ക് ഇന്ന് ലഭ്യമായ ഒന്നിലധികം ശിവസഹസ്രനാമങ്ങളുണ്ട്. ഇപ്പോൾ വേദസാര ശിവസഹസ്രനാമം കൂടുതലായിട്ട് നമുക്ക് പുസ്തകങ്ങളായിട്ട് കിട്ടുന്നത്, സഹസ്രനാമങ്ങളുടെ പുസ്തകങ്ങളിൽ കാണപ്പെടുന്നത് വേദസാര ശിവസഹസ്രനാമമാണ്. അപ്പോൾ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ശിവപുരാണത്തിൽ പരാമർശിച്ച് കാണുന്നതാണ് ഭഗവാൻ മഹാവിഷ്ണുവിനാൽ സ്തുതിക്കപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പ്രത്യേകത വിഷ്ണു സഹസ്രനാമവുമായിട്ട് വളരെയധികം ബന്ധമുണ്ട് ഈ നാമങ്ങൾക്ക്. നമ്മളത് ചൊല്ലുന്നത് കേട്ട് കഴിഞ്ഞാൽ അതിലെ പല നാമങ്ങളും വിഷ്ണു സഹസ്രനാമത്തിൽ ഭഗവാൻ മഹാവിഷ്ണുവിനെ നമ്മൾ ഏതെല്ലാം നാമങ്ങളെ കൊണ്ട് ആരാധിക്കുന്നുവോ ആ നാമങ്ങളുമായിട്ടൊക്കെ ബന്ധം ഈ ശിവസഹസ്രനാമത്തിന് തോന്നാം. താരതമ്യേന എളുപ്പമുള്ളതുമാണ്. ഭഗവാൻ മഹാവിഷ്ണുവിന് സുദർശന ചക്രത്തെ പ്രദാനം ചെയ്തത് ആ മഹാദേവനാണ് എന്നും അതിൻ്റെ മുന്നോടിയായി ശിവപൂജ ചെയ്തുകൊണ്ട് ഒരിക്കൽ മഹാവിഷ്ണു ഓരോ നാമങ്ങളായിട്ട്, സഹസ്രനാമത്തിലെ ഓരോ നാമങ്ങളായിട്ട്
അർച്ചന ചെയ്യാം. നമ്മൾ സഹസ്രനാമം ജപിക്കാറുണ്ട്. ക്ഷേത്രത്തിലൊക്കെ ആണെങ്കിൽ പൂജാ സമയത്ത് പുഷ്പാഞ്ജലി ചെയ്യുമ്പോൾ ഓരോ പൂക്കളെ കൊണ്ട് ഓരോ നാമം അർച്ചിക്കുക. ലക്ഷാർച്ചനയൊക്കെ ആണെങ്കിൽ അനേകം പേര് ഒന്നിച്ചിരുന്നുകൊണ്ട് ഈ സഹസ്രനാമത്തെ ആവർത്തിച്ച് ജപിക്കുക. അങ്ങനെ ആവുമ്പോൾ അത് ലക്ഷാർച്ചന, 1,00,000 നാമം പൂർത്തിയാകും. അങ്ങനെയൊക്കെ പതിവുണ്ട്. അപ്പൊ ഇവിടെ ഭഗവാൻ എന്ത് ചെയ്തു? മഹാവിഷ്ണു 1000 താമരപ്പൂക്കളെ കൊണ്ടുവന്ന് ഭഗവാന്റെ ഓരോ നാമങ്ങളെയും, ഇവിടെ ആ സഹസ്രനാമം മുഴുവനും ഇനി ആവർത്തിക്കേണ്ടതില്ല, നമ്മൾ നിത്യവും പ്രഭാതത്തിൽ ഇത് ചൊല്ലിക്കൊണ്ടാണ് ഈ യജ്ഞം ആരംഭിക്കാറുള്ളത്. ശിവോഹരോ മൃഡോരുദ്ര പുഷ്കര പുഷ്പലോചന അധിഗമ്യ സദാചാര സർവ ശംഭുർമഹേശ്വര എന്നിങ്ങനെ ആരംഭിച്ച് ഓരോ നാമങ്ങളെ കൊണ്ടും ഓരോ താമരപ്പൂക്കളെ അർച്ചിക്കുന്നു. ഈ ഭഗവാന്റെ ഈ അർച്ചന തുടർന്നുകൊണ്ടിരിക്കെ ഒരു നാമം മാത്രം ഇനി അവശേഷിക്കുന്നു. 999 നാമങ്ങൾ അർച്ചിച്ചു കഴിഞ്ഞു. അപ്പൊ 1000 താമരപ്പൂക്കളാണ് കൊണ്ടുവന്നത് അർച്ചനയ്ക്ക്. അപ്പൊ അവസാനത്തെ നാമം അത് അർച്ചിക്കാനായിട്ട് പൂവെടുക്കാൻ നോക്കുമ്പോൾ പൂവ് കാണണില്ല, പൂവ് കുറവ്. പൂജ ആരംഭിച്ചു. പൂജയുടെ ഓരോ ഘട്ടം കഴിഞ്ഞ് പീഠപൂജ, മൂർത്തിപൂജ, നിവേദ്യം, ഇതെല്ലാം കഴിഞ്ഞ് പ്രസന്ന പൂജ എന്നുള്ള ആ 3ാമത്തെ ഘട്ടത്തിലാണ് അർച്ചന ചെയ്യുക, പുഷ്പാഞ്ജലി ചെയ്യുക. അപ്പോൾ പൂജ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് അവിടുന്ന് എഴുന്നേറ്റ് പോവാൻ അങ്ങനെയൊന്നും ശരിക്കും പാടില്ല. അത് കഴിഞ്ഞിട്ടേ പിന്നെ അവിടുന്ന് എഴുന്നേൽക്കാൻ പാടുള്ളൂ. തൻ്റെ ചുറ്റും എല്ലായിടത്തും നോക്കിയിട്ടും ആ ഒരു പൂവ് കാണുന്നില്ല. സങ്കടം തോന്നിയെന്നാണ്, വിഷമം തോന്നിയെന്നാണ്. അവസാനത്തെ ആ നാമം അർച്ചിക്കാൻ തനിക്ക് ഒരു പൂവ് കുറവുണ്ടല്ലോ, താമരപ്പൂവ്. പെട്ടെന്നാണ് മഹാവിഷ്ണുവിന് ഒരു കാര്യം ഓർമ്മ വന്നത്. തന്നെ ഭക്തന്മാര് തൻ്റെ കണ്ണുകളെ താമരയോട് ഉപമിച്ചുകൊണ്ടാണ്, താമര ഇതളുപോലെയാണ് ഭഗവാന്റെ കണ്ണുകൾ എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. ശരി, അങ്ങനെയെങ്കിൽ ആ ഒരു താമരപ്പൂവിന് പകരം തൻ്റെ ഒരു കണ്ണ് സമർപ്പിക്കാം എന്ന് നിശ്ചയിച്ചിട്ടാണ് ഒരു ആയുധമെടുത്ത് ഒരു കണ്ണിനെ ചൂഴ്ന്നെടുക്കാൻ ഭാവിച്ചു എന്നാണ്. അത്രയും ആയപ്പോഴാണ് ഇവിടെ മഹാദേവൻ ആവിർഭവിച്ചു, ദർശനം കൊടുത്തു, അനുഗ്രഹിച്ചുവെന്നും ഈ സുദർശന ചക്രം അവിടെ വെച്ചിട്ടാണ് സമ്മാനിക്കുന്നത് എന്നൊക്കെയാണ് ഇവിടെ ഈ കഥ പറയുക. അങ്ങനെ പ്രസിദ്ധമായിട്ടുള്ള ആ ശിവസഹസ്രനാമത്തെ വർണ്ണിച്ചതിന് ശേഷം അടുത്തതായി മഹർഷിമാർ ചോദിക്കുന്നത് വ്രതങ്ങളുടെ മഹാത്മ്യം. വ്രതങ്ങളിൽ വെച്ച്, ശൈവവ്രതങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമാണ് ശിവരാത്രി വ്രതം. ദേവീ ഉപാസകർക്ക് ദേവീവ്രതങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്രതമാണ് നവരാത്രി വ്രതം. വൈഷ്ണവ ഉപാസന, വിഷ്ണു ഉപാസന ചെയ്യുന്ന വൈഷ്ണവന്മാർക്ക് ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന വ്രതമാണ് ഏകാദശി വ്രതം. ഏകാദശി വ്രതം മാത്രം ഒരു മാസത്തിൽ തന്നെ 2 ഏകാദശി, വെളുത്ത പക്ഷത്തിലെയും കറുത്ത പക്ഷത്തിലെയും ഏകാദശി വ്രതമായിട്ട് അനുഷ്ഠിക്കും. അപ്പോൾ ഒരു വർഷം തന്നെ 24 ഏകാദശികളുണ്ട് എന്നും ഓരോ ഏകാദശിക്കും വേറെ വേറെ പേരുകൾ കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അത് ചില പുരാണങ്ങളിലൊക്കെ അതിൻ്റെ പേരുകൾ കാണാം. ഗർഗ ഭാഗവതത്തിലൊക്കെ ആ പേരുകൾ ഓരോ ഏകാദശിയെയും പ്രത്യേകം പേരുകളിലാണ് സൂചിപ്പിക്കുക. അപ്പൊ നമുക്കും അതിൽ ചില ഏകാദശികളൊക്കെ പ്രാധാന്യമായിട്ടൊക്കെ നമ്മൾ ആചരിക്കാറുണ്ട്. അപ്പോൾ എല്ലാ ഏകാദശിയും വ്രതാനുഷ്ഠാനം ചെയ്യാത്തവർ വർഷത്തിൽ 1-2 ഏകാദശികൾ, ഇപ്പോൾ ഭീമ ഏകാദശിയുടെ പ്രത്യേകത മറ്റ് ഏകാദശികളൊന്നും വ്രതാനുഷ്ഠാനം ചെയ്യാത്തവർക്കും ഈ ഭീമ ഏകാദശി ആ വ്രതം അനുഷ്ഠിക്കാൻ കഴിഞ്ഞാൽ ഒരു വർഷം ഏകാദശി വ്രതം അനുഷ്ഠിച്ച ഫലം കിട്ടും എന്നൊക്കെയാണ്. അങ്ങനെയുള്ള ഏകാദശി വ്രതമാണ് വൈഷ്ണവർക്ക്. ശിവ ആരാധനയിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് ശിവരാത്രി വ്രതം എന്നാണ്. മുക്തേസ്തു പ്രാപകം ചെയ്വ ചതുഷ്ടയമുദാഹൃതം. മുക്തിക്ക് സഹായകമാകുന്ന 4 കാര്യങ്ങളെ പറയുന്നു. ശിവാർച്ചനം, രുദ്രജപ, ഉപവാസ ശിവാലയെ, വാരാണസ്യാം ച മരണം, മുക്തിരേഷ സനാതനി. 4 കാര്യങ്ങളാണ്. ഒന്ന്, ശിവാർച്ചന ചെയ്യുക. നമ്മൾ ഭഗവാന്റെ വിഗ്രഹം വെച്ചിട്ട് ആരാധിക്കാം.
അതൊക്കെ ഗൃഹങ്ങളിലും ഈ ശിവപൂജയൊക്കെ നടത്തുന്ന ഇടങ്ങളുണ്ട്. ഇന്നും ആ ശിവാരാധന തുടരുന്നവരുണ്ട്. അതൊക്കെ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെയാവാം. ശിവലിംഗം, സ്ഫടിക ശിവലിംഗം, രാമേശ്വരത്തൊക്കെ പോകുന്നവർക്ക് അറിയാം, അവിടെ ധാരാളം ചെറിയ ചെറിയ സ്ഫടിക ശിവലിംഗങ്ങൾ ലഭ്യമാണ്. അപ്പം അത് കൊണ്ടുവന്ന് നമ്മളുടെ ഗൃഹത്തിലൊരു ഇടം, നമുക്ക് ഒരു ഗൃഹമുണ്ടെങ്കിൽ അവിടെ നമ്മൾ ആരാധിക്കുന്ന ആ ദേവന്, ആ ഈശ്വരന് ഒരു ചെറിയ സ്ഥാനം കൊടുക്കാൻ നമുക്കെന്താ അത്ര വിഷമം? അതിനൊരുപാട് സ്ഥലം പോവില്ലേ എന്നാണ്. എന്നിട്ടാണ് കോണിച്ചോട്ടിൽ കൊണ്ടുവന്ന് പൂജാമുറി ഉണ്ടാക്കുക. കാരണം ആ സ്പേസ് വേറെ ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് അതിന് ചോട്ടി കൊണ്ടുവയ്ക്കും. അത്രയും സ്ഥാനം നമ്മൾ പ്രാധാന്യം കൽപ്പിക്കുന്നുള്ളൂ എന്നാണ്. നമ്മളുടെ വീട് എത്ര വലുതോ ചെറുതോ ആവട്ടെ, അവിടെ ഭഗവാന്റെ ഒരു ചിത്രമോ ഒരു വിഗ്രഹമോ വെക്കാനും ഒരു വിളക്ക് കൊളുത്താനുമുള്ള എന്താണ് ഒരു അല്പം, ഒരു 4-5 അടി അത്രയും സ്പേസ് മതിയല്ലോ. അത്രയും മാറ്റിവെക്കാൻ നമുക്ക് പറ്റുന്നില്ല എങ്കിൽ നമ്മൾ ഗൃഹത്തിലൊന്നും ചെയ്യണ്ട, വെറുതെ വിളക്ക് കൊളുത്തിയാൽ മതി എന്നൊക്കെയാണ്. അത് നമ്മളുടെ ആ മനസ്സനുസരിച്ചിട്ടാണ്. നമുക്ക് ആരാധിക്കണം, എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് ഈശ്വരാരാധന എന്നുണ്ടെങ്കിൽ നമുക്ക് ക്ഷേത്രത്തിൽ മാത്രമേ ഈശ്വരാരാധന ചെയ്യാവൂ എന്നൊന്നുമില്ല. ഗൃഹത്തിൽ വെച്ചും ചെയ്യാറുണ്ട്, ചെയ്യണവരുണ്ട്. ഇപ്പോഴും ആ ഗൃഹത്തിൽ വെച്ച് ദേവപൂജകളെ, ആരാധനകളെ ചെയ്യുന്നവരുണ്ട്. അപ്പം അതൊക്കെ നമ്മളുടെ സമ്പ്രദായം അനുസരിച്ചോ അല്ലെങ്കിൽ ഗുരുക്കന്മാരിൽ നിന്ന് നിർദ്ദേശം സ്വീകരിച്ചിട്ടോ എങ്ങനെ വേണമെങ്കിലും ആവാം. ക്ഷേത്രത്തിൻ്റേതുപോലെ സങ്കീർണതകളൊന്നും വേണ്ടാന്നേ ഉള്ളൂ. ക്ഷേത്രത്തിലാവുമ്പോൾ കുറേ വിധി നിഷേധങ്ങളുണ്ട്. അവിടെ ഇന്നിന്ന വസ്തുക്കളെ നിവേദിക്കാവൂ, ചിലതൊക്കെ നിഷിദ്ധമാണ്. അതിന് കുറേ പദ്ധതികളുണ്ട്. ഗൃഹത്തിലാവുമ്പോൾ അതൊന്നും ബാധകമല്ല. അപ്പം ഇവിടെ നാം വ്രതാനുഷ്ഠാനം ചെയ്യുമ്പോൾ ശിവപൂജ ചെയ്യുക, ഒന്നാമത്തെ കാര്യം ശിവാർച്ചന ചെയ്യുക, മറ്റൊന്ന് നാമം ജപിക്കുക, പഞ്ചാക്ഷരം ഇനി പറയാൻ പോവുകയാണ്. നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് നമുക്ക് കേൾക്കാം പഞ്ചാക്ഷര മഹാത്മ്യം. പഞ്ചാക്ഷര ജപം ചെയ്യുക. മൂന്നാമത്തേതാണ് ഉപവാസം, വ്രതം അനുഷ്ഠിക്കുക. നാലാമത്തേതാണ് കാശിയിൽ ശരീരോപേക്ഷിക്കുക, ഗംഗയിൽ സ്നാനം ചെയ്യുക, വാരാണസിയിൽ വെച്ച് ദേഹത്യാഗം. ഇതിലേതെങ്കിലും ഒന്ന് മതി മുക്തിക്ക് സഹായകമായിട്ട് തീരാനാണ്. അപ്പൊ അതിൽ ഈ വ്രതങ്ങളെ കുറിച്ചിട്ടുള്ള ചോദ്യത്തിന്റെ മറുപടിയായിട്ടാണ് വ്രതം. എല്ലാ വ്രതങ്ങൾക്കും ഉപവാസം എന്നത് പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. വ്രതത്തിന്റെ ഉപവാസം, ആഹാര നിവൃത്തി ഉപവാസ, ആഹാരത്തിൽ നിന്നും, ആഹരിക്കുന്ന പ്രവൃത്തിയിൽ നിന്നും നിവർത്തിക്കലാണ് ഉപവാസം. ആഹരിക്കുക എന്ന് പറഞ്ഞാൽ സ്വീകരിക്കുക എന്ന് വേണമെങ്കിൽ അർത്ഥമെടുക്കുക. നമ്മൾ ഇന്ദ്രിയങ്ങളെ കൊണ്ട് വിഷയങ്ങളെ ആഹരിക്കുകയാണ്. കണ്ണുകൊണ്ട് കാഴ്ച കാണുന്നു, കാതുകൊണ്ട് ശബ്ദം കേൾക്കുന്നു, നാവ് കൊണ്ട് രുചി അറിയുന്നു, മൂക്ക് കൊണ്ട് ഗന്ധം അറിയുന്നു. ഇങ്ങനെയാണ് ഇന്ദ്രിയങ്ങളെ കൊണ്ട് ഓരോന്നും ആഹരിക്കുന്നത്. അപ്പൊ നാവ് കൊണ്ട് നാം സ്വീകരിക്കുന്ന അന്നത്തിനെ ആഹാരം എന്ന് പറയുന്നു. പക്ഷെ ഈ ആഹരിക്കുക എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിക്കൽ മാത്രമല്ല. കണ്ണുകൊണ്ട് നാം കാഴ്ചകളെ കാണുന്നു, അത് നമ്മളുടെ ഉള്ളിലാവുന്നുണ്ട്. ഇപ്പൊ നമ്മളൊരു വ്യക്തിയെ കണ്ടാൽ കുറച്ച് നാളുകൾ കഴിയുമ്പോൾ വീണ്ടും കാണുകയാണെങ്കിൽ പെട്ടെന്ന് ആ ചിത്രം നമുക്ക് ഓർമ്മ വരികയാണ്, അല്ലെങ്കിൽ ആ ആളുടെ ആ രൂപം എവിടെയാണ് ഇതിനു മുമ്പ് കണ്ടത്. അപ്പൊ മുൻപ് കണ്ടിട്ടുള്ള പരിചയം, ആ ഒരു ഓർമ്മ നമ്മളിൽ നിൽക്കുന്നതുകൊണ്ടാണ്. അതിന്റെ അർത്ഥം എന്താണ്? ആ വ്യക്തിയുടെ രൂപം നമ്മളിൽ പതിഞ്ഞിട്ടുണ്ട്. ഒരു ഗന്ധം, ഗന്ധം കൊണ്ട് നമ്മൾ പലതിനെയും തിരിച്ചറിയുമല്ലോ. ഒരു പാത്രത്തിൽ നമുക്ക് എണ്ണ കൊണ്ട് തന്നു, ഇത് എണ്ണയാണോ തേനാണോ? കാഴ്ചയിൽ രണ്ടും ഒരുപോലെ തോന്നുന്നു. ഗന്ധം, ഗന്ധം കൊണ്ട് ചിലപ്പോൾ തിരിച്ചറിയാം ഇത് എണ്ണയാണ്, എള്ളെണ്ണയാണ്, അല്ലെങ്കിൽ ഇത് വെളിച്ചെണ്ണയാണ്. ഗന്ധം കൊണ്ട് തിരിച്ചറിയാം. ഈ ഇന്ദ്രിയങ്ങളൊക്കെ വിഷയങ്ങളെ ഇന്ദ്രിയങ്ങളിൽ കൂടി നമ്മൾ സ്വീകരിക്കുന്നുണ്ട്. അപ്പോൾ വ്രത ദിവസങ്ങളിൽ എന്ത് വേണം? എല്ലാ വിഷയങ്ങളിൽ നിന്നും ഇന്ദ്രിയങ്ങളെ പിന്തിരിപ്പിക്കണം, പിൻവലിക്കണം. അപ്പോഴാണ് ഉപവാസമാവുക. അപ്പൊ ആ വ്രതങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ഒന്നാണ് ശിവരാത്രി വ്രതം. ഇനി എങ്ങനെ വേണം ശിവരാത്രി വ്രതം എന്ന് പറയുകയാണ്. ആദ്യം അന്നത്തെ ദിവസം, ശിവരാത്രി ദിവസം പ്രഭാതത്തിൽ നമ്മൾ ഉണർന്ന് കുളി കഴിഞ്ഞാൽ ഭഗവാനോട് പ്രാർത്ഥിക്കുക.
നമ്മൾ വ്രതം മിക്കവാറും ഒക്കെ ശിവരാത്രിയൊക്കെ ആണെങ്കിൽ എല്ലാവരും ക്ഷേത്രങ്ങളിലാണ് അനുഷ്ഠിക്കുക. പൂർണ്ണ സമയവും ക്ഷേത്രത്തിലല്ലെങ്കിലും രാവിലെ പോയി ശിവക്ഷേത്ര ദർശനം ചെയ്യുന്നു. എന്നിട്ട് പ്രാർത്ഥിക്കുകയാണ് വേണ്ടത്. ഞാൻ ഈ ശിവരാത്രി വ്രതം അനുഷ്ഠിക്കാൻ ആരംഭിക്കുകയാണ്. അപ്പോൾ ഒരു പ്രാർത്ഥന ഇവിടെ പറഞ്ഞു. ദേവദേവ മഹാദേവ നീലകണ്ഠ നമോസ്തുതേ കർത്തും ഇച്ഛാമ്യഹം ദേവ ശിവരാത്രി വ്രതം തവ. അല്ലയോ മഹാദേവ, ഞാൻ ശിവരാത്രി വ്രതം അനുഷ്ഠിക്കാൻ ആഗ്രഹിക്കുന്നു. തവ പ്രഭാവാദ്ദേവേശ നിർവിഘ്നേന ഭവേദിതി കാമാദ്യ ശത്രവോ മാം വൈ പീഡാം കുർവന്തു നൈവഹി. 2 ശ്ലോകം. അങ്ങയുടെ അനുഗ്രഹത്താൽ ഈ വ്രതത്തെ വിഘ്നങ്ങളൊന്നുമില്ലാതെ അനുഷ്ഠിക്കാൻ വേണ്ടി സാധിക്കണം. എന്താണ് നമുക്കുണ്ടാവുന്ന വിഘ്നങ്ങൾ? കാമാദ്യ ശത്രവോ മാം വൈ പീഡാം കുർവന്തു നൈവഹി. കാമം, ക്രോധം, മോഹം, മതം, മത്സരം, ഇതൊക്കെയാണ് നമ്മളെ ബാധിക്കുന്ന ശത്രുക്കൾ എന്ന് പറയുന്നത്. ആഗ്രഹങ്ങൾ ഉണ്ടാവരുത്, ദേഷ്യം വരരുത്, മറ്റൊരാളോട് മത്സരബുദ്ധി തോന്നരുത്. ഇതൊന്നും മനസ്സിൽ ഈ വികാരങ്ങളൊന്നും ഉണ്ടാവാതിരിക്കണം ഈ ഒരു ദിവസം, വ്രതം അനുഷ്ഠിക്കുന്ന ദിവസം. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് വ്രതം അനുഷ്ഠിക്കുന്നു. പകല് മുഴുവനും പൂർണ്ണമായിട്ടും നിരാഹാര വ്രതം തന്നെയാണ് വേണ്ടത്. നിയമം അതാണ്. ഇനി അഥവാ അതിന് പറ്റില്ലാത്തവർ, സാധിക്കാത്തവർ, ശാരീരികമായിട്ടുള്ള ക്ലേശങ്ങളുണ്ടാവും, പല രോഗങ്ങളുണ്ടാവും. ചില രോഗങ്ങൾ ഭക്ഷണം കഴിക്കാതിരുന്നാൽ രോഗം മൂർച്ഛിക്കും. അങ്ങനെയൊക്കെ നമ്മൾ ശരീരത്തിനെ ബലമായിട്ട് നിയന്ത്രിക്കാൻ ശ്രമിക്കരുത് എന്നാണ് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ എന്താ കുഴപ്പം? ചിന്തകൾ മാറിപ്പോകും. വിശന്നിരിക്കുക, നല്ല വിശപ്പുണ്ട്, ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ വല്ലാത്ത തളർച്ചയുണ്ടാവും. അപ്പം എന്താകുന്നു? നമുക്ക് ഏതെങ്കിലും രോഗമുണ്ടെങ്കിൽ രോഗം വർദ്ധിക്കാൻ തുടങ്ങും. അപ്പം രോഗത്തിൻ്റെ ക്ലേശം, പലതരത്തിലുള്ള വേദനകൾ, മനസ്സ് അസ്വസ്ഥമാവുക. അങ്ങനെ വ്രതം അനുഷ്ഠിച്ചത് കൊണ്ടൊരു പ്രയോജനമില്ല. അപ്പം ശരീരത്തിനെ ക്ലേശിപ്പിക്കരുത്. നമുക്ക് അല്പം ഭക്ഷണം കഴിച്ചിട്ടാണ് വ്രതം അനുഷ്ഠിക്കാൻ പറ്റണതെങ്കിൽ അങ്ങനെ ചെയ്തോളൂ. പക്ഷെ അവിടെ ഭക്ഷണത്തിൽ ശ്രദ്ധ വേണമെന്നാണ്. ഒന്നുകിൽ അവനവൻ പാകം ചെയ്ത് കഴിക്കുക. വേറെ ആരും പാകം ചെയ്ത് തന്നെ കഴിക്കരുത്. അവനവൻ പാകം ചെയ്ത് തയ്യാറാക്കി കഴിക്കുക. അല്ലെങ്കിലോ പ്രകൃതി പാകം ചെയ്തു തരുന്നതിനെ കഴിക്കുക. എന്താണ് ഈ പ്രകൃതി പാകം ചെയ്ത് തരുന്നത്? പഴങ്ങൾ. പ്രകൃതിയിൽ നിന്നും നമ്മളൊന്നും ചെയ്യണില്ല, പാകമായി കിട്ടുകയാണ്. ഒരു കായ ഉണ്ടെങ്കിൽ അത് പാകമായി പഴമായിട്ട് നമുക്ക് കിട്ടുകയാണ്. അങ്ങനെ എന്തെങ്കിലും പഴങ്ങളോ മറ്റെന്തെങ്കിലും അങ്ങനെ ഫലമൂലങ്ങൾ മാത്രം സ്വീകരിച്ചുകൊണ്ട് വ്രതാനുഷ്ഠിക്കാം. പൂർണ്ണ നിരാഹാരമാണ് വേണ്ടത്. അങ്ങനെ പകല് മുഴുവനും വെറുതെ ഇരുന്നാൽ പോരാ, ശിവഭജനം ചെയ്യണം. ഒന്നുകിൽ ശിവപുരാണം കേൾക്കാം, ശിവകഥകളെ കേൾക്കാം. നമ്മളുടെ കയ്യിൽ ശിവസ്തോത്രങ്ങളോ മറ്റ് ഗ്രന്ഥങ്ങളോ ആ പുരാണ ഗ്രന്ഥങ്ങളോ ഉണ്ടെങ്കിൽ അത് പാരായണം ചെയ്യാം. അതുമല്ലെങ്കിൽ നമുക്ക് എളുപ്പം പഞ്ചാക്ഷരം ജപിക്കുക. അന്നത്തെ ദിവസം പൂർണ്ണമായിട്ട് 5000-ഓ 10,000-ഓ എത്ര വേണമെങ്കിലും പഞ്ചാക്ഷരം ജപിക്കാം. ശിവസന്നിധിയിൽ നമുക്ക് പൂർണ്ണ സമയം ചെലവഴിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ആവാം. അല്ലെങ്കിൽ നമ്മൾ എവിടെ ഇരിക്കുകയാണോ അവിടെ ഇരുന്നുകൊണ്ട് പഞ്ചാക്ഷര ജപം ചെയ്യാം. അങ്ങനെ പകല് കഴിഞ്ഞാൽ ശിവരാത്രിയാണ്. രാത്രിക്ക് പ്രാധാന്യമുണ്ട്. രാത്രിയെ 4 യാമങ്ങളായിട്ടാണ് തിരിക്കുക. ആദ്യത്തെ യാമം സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആദ്യ യാമം, അതൊരു 3 മണിക്കൂർ കഴിയുമ്പോഴേക്കും രണ്ടാമത്തെ യാമം ആരംഭിക്കും. അങ്ങനെ രാത്രിയിലെ 12 മണിക്കൂർ, സൂര്യാസ്തമയം മുതൽ പിറ്റേന്ന് സൂര്യ ഉദയം വരെയുള്ള 12 മണിക്കൂറിനെ 3 മണിക്കൂർ വീതമുള്ള 4 യാമങ്ങളായിട്ട്, അങ്ങനെയാണ് 12 മണിക്കൂർ പൂർത്തിയാവുക. 4 യാമങ്ങളായിട്ട് വിഭജിച്ചിരിക്കുന്നു. അപ്പോൾ ഓരോ യാമത്തിലും, ക്ഷേത്രമാണെങ്കിൽ ഈ ഓരോ യാമത്തിലും പൂജ ഉണ്ടാവണം എന്നാണ് ശരിയായ സമ്പ്രദായം. പക്ഷെ അത് കാലദേശഭേദമനുസരിച്ച് പലയിടത്തും പല രീതിയാണ്. ചിലയിടങ്ങളിൽ 4 യാമ പൂജ ഉണ്ടാവും, ചിലയിടത്ത് 2 സന്ധ്യയ്ക്ക്, അത് കഴിഞ്ഞാൽ അർദ്ധരാത്രിയിൽ, അതോടുകൂടി അവസാനിപ്പിക്കും. അങ്ങനെയൊക്കെ ആയിരിക്കാം. അപ്പോൾ ഈ രാത്രിയിൽ പൂർണ്ണമായിട്ടും നമ്മൾ ശിവസന്നിധിയിൽ തന്നെ ചെലവഴിക്കുകയും ഈ യാമപൂജകളിൽ പങ്കെടുക്കുകയും വേണം. അപ്പോൾ ഓരോ യാമത്തിലും ഇന്നിന്ന നിവേദ്യങ്ങളൊക്കെയാണ് വേണ്ടത് എന്ന് പറഞ്ഞു. അപ്പം അതൊക്കെ
പൂജ ചെയ്യുന്നവർക്ക് അവരുടെ നിർദ്ദേശമനുസരിച്ച് അഭിഷേകം ചെയ്യേണ്ടത് ഇന്ന ദ്രവ്യം, അർച്ചന ചെയ്യേണ്ടത് ഇന്ന പുഷ്പങ്ങൾ. എന്തായാലും എല്ലാ പൂജയിലും കൂവളത്തിലേക്ക് പ്രാധാന്യമുണ്ട്, ബില്വദളം. അതുപോലെ ലഭ്യമായിട്ടുള്ള മറ്റ് പൂക്കളെ കൊണ്ട് അർച്ചന ചെയ്യുക, നിവേദ്യങ്ങൾ സമർപ്പിക്കുക. അവിടെ തന്നെ ശിവസന്നിധിയിൽ തന്നെ ഇരുന്നു കൊണ്ട് ശിവനാമങ്ങളെ ജപിച്ചുകൊണ്ട് ആ രാത്രിയും പൂർത്തിയാക്കുക. അങ്ങനെ രാത്രി കഴിഞ്ഞാൽ പിറ്റേ ദിവസം പ്രഭാതം സൂര്യോദയമാവുമ്പോഴേക്കും വീണ്ടും സ്നാനം ചെയ്തു വരിക. എന്നിട്ട് ആ വ്രതത്തിൻ്റെ സമാപനം ആദ്യം നമ്മൾ ആരംഭിച്ച സമയത്ത് ഒരു പ്രാർത്ഥന ചെയ്തതുപോലെ തന്നെ അതിൻ്റെ സമർപ്പണ വേളയിലും ഒരു സങ്കല്പം ചൊല്ലി വേണം സമർപ്പിക്കാൻ. അതെന്താണ്? താവക സ്ത്വദ്ഗത പ്രാണ ത്വചിത്തോഹം സദാ മൃഡ കൃപാനിധേ ഇതി ജ്ഞാത്വാ യഥായോഗ്യം തഥാ കുരു. അജ്ഞാനാത് യദിവ അജ്ഞാനാൽ ജപ പൂജാദികം മയാ കൃപാനിധിത്വാ ജ്ഞാത്വൈവ ഭൂതനാഥ പ്രസീദമേ. അനേന ഇവോപവാസേന യജ്ജാതം ഫലമേവ ച തേനൈവ പ്രിയതാം ദേവ ശങ്കര സുഖദായക. എന്നാൽ കഴിയുന്നത് പോലെ ഞാൻ ഈ വ്രതത്തെ അനുഷ്ഠിച്ച് പൂർത്തിയാക്കുന്നു. അറിഞ്ഞോ അറിയാതെയോ എന്തെങ്കിലും തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു ദിവസം മുഴുവനും ഈശ്വര ചിന്തയിൽ ഇരിക്കണം എന്നാണ് നിയമമെങ്കിലും അതൊന്നും സാധിക്കില്ല. അത്രയും സമയം മുഴുവനും ഭഗവത് വിചാരം ചെയ്തുകൊണ്ടൊന്നും ആവില്ല. നമുക്ക് പല ചിന്തകളും ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കും. നമ്മളൊരു അനുകൂലമായ സാഹചര്യത്തിൽ ഇരിക്കുമ്പോൾ പോലും ചിന്തകൾ ഇങ്ങനെ പലതും വരുന്നുണ്ടാവും. അല്ലാതെ ഇപ്പോൾ ശിവപുരാണം കേട്ടുകൊണ്ടിരിക്കുകയാണ്, ശിവരാത്രി മാഹാത്മ്യം കേട്ടുകൊണ്ടിരിക്കുകയാണ്. അത് മുഴുവനും എപ്പോഴും നമ്മളുടെ ഉള്ളില് അത് മാത്രമല്ല വരിക. ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കുമ്പോഴും ഇടയ്ക്കിടയ്ക്ക് വേറെ ചിന്തകൾ വരും. 11:45 ആയുള്ളൂ, 12:30 ആകുമല്ലോ നിർത്താൻ, പല ചിന്തയും വരും. മാറി മാറി വന്നുകൊണ്ടിരിക്കും. ഇങ്ങനെ നമുക്ക് അറിഞ്ഞോ അറിയാതെയോ ഒരു ദിവസത്തിൽ ഈ വ്രതം അനുഷ്ഠിച്ച സമയത്ത് മറ്റെന്തെങ്കിലും വിചാരങ്ങളെ കൊണ്ടോ അല്ലെങ്കിൽ പറയാൻ പാടില്ലാത്തൊരു വാക്ക് പറഞ്ഞു, പെട്ടെന്ന് ദേഷ്യം വരും. ആ ദേഷ്യത്തിന് ആരോടെങ്കിലും കോപിച്ചുകൊണ്ട് സംഭാഷണം ചെയ്തു, മറ്റ് മോശമായിട്ടുള്ള വിചാരങ്ങൾ വന്നു. ഇങ്ങനെ എന്തെല്ലാം തെറ്റുകുറ്റങ്ങൾ ഉണ്ടായി എന്നെനിക്കറിയില്ല. ജപിക്കുമ്പോഴാണെങ്കിലും മന്ത്രജപം ചെയ്യുമ്പോഴോ സ്തോത്രം ജപിക്കുമ്പോഴോ നാമം ജപിക്കുമ്പോഴോ അതിലും ന്യൂനതകൾ വന്നിട്ടുണ്ടാവാം. അതെല്ലാം ക്ഷമിച്ച് അവിടുന്ന് ഈ വ്രതാനുഷ്ഠാനം കൊണ്ട് എനിക്ക് വന്നു ചേരേണ്ടതായ ഫലത്തെ പ്രദാനം ചെയ്താലും പൂർണ്ണമായിട്ട് എന്ന് പ്രാർത്ഥിച്ച് പ്രദക്ഷിണ നമസ്കാരം ചെയ്ത് അവസാനിപ്പിക്കുക. തലേ ദിവസം ശിവരാത്രി ദിവസം പൂർണ്ണമായിട്ട് നമ്മൾ നിരാഹാരവ്രതമായിരുന്നുവെങ്കിൽ എന്തു വേണം? അന്ന് ഭഗവാന് അഭിഷേകം ചെയ്ത തീർത്ഥം കഴിച്ച് ഒപ്പം തന്നെ സാധുക്കൾക്ക് ദാനം ചെയ്യാം, അന്നം ദാനം ചെയ്യാം, അല്ലെങ്കിൽ വസ്ത്രം ദാനം ചെയ്യാം. യഥാശക്തി ദാനം ചെയ്ത് തുടർന്ന് നമ്മൾ ഭക്ഷണത്തെ കഴിച്ചുകൊണ്ട് അങ്ങനെയാണ് ആ വ്രതത്തിൻ്റെ സാമാന്യ നിയമം എന്ന് പറഞ്ഞ് അവിടെ നിർത്തി. ആ ശിവരാത്രി മഹാത്മ്യത്തെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു കഥ പറയുകയാണ്. അർബുദാചലം എന്ന് പ്രസിദ്ധമായൊരിടം, ആ അർബുദാചലത്തിൽ ഒരു വേടൻ താമസിച്ചിരുന്നു എന്നാണ്, ഒരു ഭില്ലൻ. ഈ വേടൻ വനത്തിലാണ് വസിക്കുന്നത്. അയാൾക്ക് ഭാര്യയുണ്ട്, കുട്ടികളുണ്ട്. അപ്പൊ വനത്തിൽ ജീവിക്കുന്നവർക്ക് അവരുടെ ജീവിതശൈലി എന്ന് പറഞ്ഞാൽ, നമ്മൾ പറയുന്ന വനവാസികൾ, അവരുടെ ജീവിതം എന്ന് പറഞ്ഞാൽ വനത്തിൽ കിട്ടുന്ന വിഭവങ്ങളെ സമാഹരിച്ചുകൊണ്ടാണ്. വനത്തിൽ ചിലപ്പോൾ മൃഗങ്ങളെ വേട്ടയാടും, അതിൻ്റെ മാംസം പാകം ചെയ്തിട്ടാണ് ഭക്ഷിക്കുക. അല്ലെങ്കിൽ അവിടെ കിട്ടുന്ന കായ്കനികൾ, അതാണ് അവരുടെ ഭക്ഷണം. അങ്ങനെയുള്ള ഈ ഒരു വേടന്റെ ജീവിതം, അയാൾക്ക് കൂടുതൽ പുറം ലോകവുമായിട്ട് ബന്ധമില്ല. അതുകൊണ്ട് തന്നെ പുറം ലോകമായിട്ട് ബന്ധമില്ലാത്തത് കൊണ്ട് അയാൾക്ക് മറ്റു കാര്യങ്ങളൊന്നും ചിലപ്പോൾ അറിയണുണ്ടാവില്ല. നമ്മൾ ഇപ്പോഴും ഭാരതത്തിൽ പല പ്രദേശങ്ങളിലും പോയാൽ കാണാം വാഹന സൗകര്യമില്ല, ഗ്രാമങ്ങൾ, അതും കുഗ്രാമങ്ങൾ എന്ന് പറയും. ഇവിടേക്ക് എത്തിച്ചേരണമെങ്കിൽ തന്നെ വാഹനത്തിൽ നിന്ന് ഇറങ്ങി വീണ്ടും കിലോമീറ്ററുകൾ നടക്കണം. ഇപ്പോഴും ഉണ്ട് അതേപോലുള്ള സ്ഥലങ്ങൾ.
അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ ഈ വാർത്താ മാധ്യമങ്ങളൊന്നും ഇപ്പോഴും അവിടെ കാര്യമായിട്ടുണ്ടാവില്ല. ദേവാലയങ്ങൾ, പ്രാർത്ഥനാലയങ്ങളൊന്നും ചിലപ്പോൾ ഉണ്ടാവണമെന്നില്ല. അവർക്ക് അവരുടേതായ രീതിയിൽ അവർ ചെയ്യുന്ന ചില ആരാധനകളൊക്കെ ഉണ്ടാവും എന്നുള്ളതല്ലാതെ. അപ്പം ഈ വേടനെ സംബന്ധിച്ചിടത്തോളം എല്ലാ ദിവസവും അയാളുടെ ജീവിതം എന്ന് പറഞ്ഞാൽ സൂര്യോദയമായ എഴുന്നേൽക്കും, കാട്ടിലേക്ക് പോവും, ആയുധങ്ങളുമായിട്ട് ഏതെങ്കിലും മൃഗങ്ങളെ ആയുധം ഉപയോഗിച്ച് കൊല്ലും, അസ്ത്രമയച്ച് കൊല്ലും, അതിനെ പിടിച്ചുകൊണ്ട് വരും, കുടിലെത്തും, ഭാര്യയുടെ കയ്യിലേൽപ്പിക്കും, അതിനെ പാകം ചെയ്തിട്ട് അയാളും ഭാര്യയും മക്കളും ഒക്കെ കഴിക്കും. ഇത്രയൊക്കെ ഉള്ളൂ, അല്ലാതെ വേറെ കൂടുതലൊന്നും അവർക്ക് അറിയാനും ആവശ്യമില്ല. അങ്ങനെ ജീവിക്കുന്ന ഈ ഭില്ല, ഈ വേടൻ, ഒരു ശിവരാത്രി ദിവസം പതിവ് പോലെ അയാൾ ഇറങ്ങി കാട്ടിലേക്ക്. അയാൾക്കിപ്പോൾ ശിവരാത്രി അങ്ങനെ വ്യത്യാസമൊന്നുമില്ലല്ലോ, അതൊന്നും ആൾക്ക് അറിയില്ല. ശിവഭജനം ചെയ്യണമെന്നോ വ്രതാനുഷ്ഠിക്കണമെന്നോ ഒന്നും അതിനെക്കുറിച്ചൊന്നും ധാരണയില്ലാത്ത ആളാണ്. കാട്ടിൽ കൂടി പകല് മുഴുവൻ നടന്നു എന്നാണ്. ഒന്നും കിട്ടിയില്ല, മൃഗങ്ങളെ ഒന്നും കിട്ടിയില്ല. പകല് മുഴുവൻ നടന്ന് ക്ഷീണിച്ചു. അപ്പൊ കയ്യില് ദാഹം തീർക്കാൻ വേണ്ടിയിട്ട് വെള്ളം കുടിക്കാനായിട്ടൊരു ഒരു പാത്രം അരയിൽ കെട്ടി ഇങ്ങനെ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് വെള്ളം ഉണ്ടാവും. ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല. കുറേയേറെ അലഞ്ഞ് സന്ധ്യ ആയപ്പോഴേക്കും വനത്തില് ഒരു ജലാശയത്തിന്റെ, ഒരു തടാകത്തിന്റെ തീരത്ത് വന്നു. അപ്പൊ അയാൾക്ക് തോന്നി ഇവിടെ കുറച്ച് സമയം കാത്തു നിൽക്കാം, വെള്ളം കുടിക്കാൻ വേണ്ടി മൃഗങ്ങൾ വരും, തീർച്ചയായിട്ടും ഏതെങ്കിലും ഒരു മൃഗത്തിനെ കൊല്ലാം, അതിന്റെ മാംസം കൊണ്ടുപോകാം എന്ന് കരുതി അയാൾ ആ തടാക തീരത്ത് നിൽക്കുന്ന ഒരു വൃക്ഷത്തിൽ കയറിയിരിക്കുകയാണ്. അതും യാദൃശ്ചികമായിട്ട് സംഭവിക്കുന്നതാണ്. അതൊരു കൂവള വൃക്ഷമായിരുന്നു, വലിയൊരു കൂവള വൃക്ഷമാണ്. അതിന്റെ മുകളിൽ കയറിയിരുന്നു. അപ്പൊ ഈ വൃക്ഷത്തിന്റെ ചുവട്ടിൽ ഏതോ കാലത്ത് ഏതോ താപസന്മാര് വെച്ചിരുന്ന, പൂജിച്ചിരുന്ന ഒരു ശിവലിംഗം ഉണ്ടായിരുന്നു. അതൊന്നും അയാൾ അറിയണില്ല. അയാൾ ആ മരത്തിന്റെ മുകളിൽ ഇരിക്കണമാണ്. ശ്രദ്ധ മുഴുവനും ഈ വെള്ളം കുടിക്കാൻ മൃഗങ്ങൾ എന്തെങ്കിലും വരണുണ്ടോ എന്നുള്ളതാണ്. അപ്പൊ അയാൾ കയറിപ്പോയിട്ട് ആ മുകളിൽ ഒരു ശിഖരത്തിൽ കയറി ഇരിക്കുമ്പോൾ അയാളുടെ അരയിൽ കെട്ടിവെച്ച പാത്രത്തിൽ നിന്നും കുറച്ച് ജലം, ആ പാത്രത്തിലെ കുറച്ച് വെള്ളം ഒന്നിങ്ങനെ തുളുമ്പി താഴേക്ക് വീണു. അത് യാദൃശ്ചികമായി ചുവട്ടിലുള്ള ശിവലിംഗത്തിൽ ചെന്നത്. അപ്പൊ ശിവരാത്രിയാണ്, ആദ്യത്തെ യാമം ആരംഭിച്ച സമയമാണ്. എന്തായി, ഇയാളറിയാതെ ഭഗവാനെ അഭിഷേകം ചെയ്തതല്ലായി. ഇയാൾക്കതൊന്നും അറിയില്ല, അയാൾ അറിഞ്ഞിട്ടില്ല, മനഃപൂർവ്വം ചെയ്തതല്ല. അത് മാത്രമല്ല, ഇയാൾ ഇരിക്കുന്ന വൃക്ഷം കൂവള വൃക്ഷമാണ്. അതിൽ നിന്നും 1-2 ഇലകളും കൊഴിഞ്ഞു വീണു. അയാൾ അതറിഞ്ഞിട്ട് അത് ചെയ്യുന്നതല്ല, അയാൾ അത് നോക്കിയിട്ടുമില്ല. ആ ഇലകൾ ചെന്ന് വീണതും ശിവലിംഗത്തിലാണ്. അപ്പൊ ഭഗവാൻ എന്ത് കണക്കാക്കി? അയാള് ശിവരാത്രിയുടെ അന്ന് ആദ്യത്തെ യാമത്തിൽ തനിക്ക് അഭിഷേകവും ചെയ്തു, ബില്ലു അർച്ചനയും ചെയ്തു. ഭഗവാന്റെ കണക്കിൽ അതാണ്. അപ്പോഴേക്കും സന്ധ്യ കഴിഞ്ഞു, രാത്രിയായി. പെട്ടെന്നാണ് ഒരു മാൻ, ഒരു കൃഷ്ണമൃഗം വെള്ളം കുടിക്കാൻ വേണ്ടി വരുന്നു. അയാൾ വേഗം അസ്ത്രമെടുത്തു, അയക്കാൻ വേണ്ടി ഭാവിച്ചതാണ്. വെള്ളം കുടിക്കാൻ വേണ്ടി വന്ന് തടാകത്തിന്റെ തീരത്ത് നിൽക്കുന്ന ഈ മാൻ ഒന്ന് മുഖമുയർത്തി നോക്കുമ്പോഴാണ് ആ ഒരു മരത്തിന്റെ മുകളിൽ തന്റെ നേരെ അസ്ത്രമയക്കാൻ കാത്തിരിക്കുന്ന ഈ വേടനെ കണ്ടത്. പെട്ടെന്ന് ആ മാൻ സംസാരിക്കാൻ തുടങ്ങിയതാണ്. കഥയാണ് കേട്ടോ, കഥയിൽ ചോദ്യമില്ല. മാൻ വർത്തമാനം പറയൂ, മനുഷ്യന് മനസ്സിലാവൂ. ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾക്കൊന്നും പ്രസക്തിയില്ല, കേട്ടാ മതി. കിം കർത്തുമിച്ഛസി വ്യാധ സത്യം വദമമാകൃത. ആ മാൻ ചോദിക്കുകയാണ് വേടനോട്, നിങ്ങൾ എന്ത് ചെയ്യാൻ പോവുകയാണ്? അപ്പോൾ വേടൻ പറഞ്ഞു, ഞാൻ നിന്നെ കൊല്ലും, നിന്റെ മാംസം കൊണ്ടുപോയി എനിക്കും എൻ്റെ ഭാര്യയ്ക്കും കുട്ടികൾക്കും വിശപ്പടക്കാൻ. അതാണ് ഉള്ള കാര്യം പറഞ്ഞത്. അപ്പോൾ ആ മാൻ എന്താ മറുപടി പറഞ്ഞത്? ശരി, അങ്ങയുടെ കുടുംബത്തിന് എൻ്റെ ഈ ശരീരത്തിലെ മാംസം കൊണ്ട് തൃപ്തിയാവുമെങ്കിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ, എനിക്ക് മരിക്കാൻ ഭയമില്ല. പക്ഷേ എൻ്റെ മറ്റ് ബന്ധുക്കളെ, കുട്ടികളുണ്ട്, മറ്റ് മാനുകളുണ്ട്, അവരോടൊന്ന് യാത്ര പറഞ്ഞു വരാൻ എനിക്ക് സമയം തരണം. സ്വതവേ ഈ ക്രൂര സ്വഭാവമുള്ളവർക്ക് ദയ ഉണ്ടാവാൻ സാധ്യതയില്ല.
പക്ഷെ ഇവിടെ വേടൻ എന്തുകൊണ്ടോ ഒരു ചെറിയ ദയ തോന്നുകയാണ്. അതിന് കാരണമുണ്ട്. അയാൾ കുറച്ചു മുൻപ് ഈ കൂവളവൃക്ഷത്തിൽ കയറിയപ്പോൾ പറഞ്ഞു അയാളുടെ കയ്യിലെ പാത്രത്തിൽ നിന്ന് ഒരു അല്പം ജലം ശിവലിംഗത്തിൽ വീണു, ആ മരത്തിൽ നിന്നും 2 കൂവളത്തിലെ താഴെ വീണു. അയാൾ അറിയാതെ ചെയ്ത ഒരു ശിവപൂജയുടെ ഫലം കൊണ്ട് അയാളുടെ മനസ്സിനൊരു ആർദ്രത വരാൻ തുടങ്ങിയിരിക്കുന്നു. അതാണ് അയാൾക്ക് തോന്നി, ശരി എന്നാ പോയിട്ട് വരട്ടെ. ആ കൃഷ്ണമൃഗത്തിനെ പറഞ്ഞയച്ചു, പോയിട്ട് വരാം. അത് പോയി. ഒരു യാമമൊക്കെ കഴിഞ്ഞു. ആ പോയ മാൻ മടങ്ങി വരുന്നില്ല. കൊച്ചു കഴിഞ്ഞപ്പോഴാണ് മറ്റൊരു മാൻ വെള്ളം കുടിക്കാൻ വേണ്ടി വരുന്നു. ശബ്ദം കേട്ടു. അയാൾക്ക് ഉത്സാഹമായി. അയാൾ വേഗം തൻ്റെ വില്ല് ഞാണപ്പം മുറുക്കി അസ്ത്രം തൊടുത്തു, തയ്യാറായിരിക്കുകയാണ്. അപ്പോഴും അരയിൽ കെട്ടിവെച്ചിരിക്കുന്ന പാത്രത്തിൽ നിന്നും അല്പം ജലം തുളുമ്പി താഴെ വീണു. അത് ശിവലിംഗത്തിൽ വീണു. അതേപോലെ അയാളിരിക്കണ ശിഖരത്തിൽ നിന്നും 2 കൂവളത്തില കൂടി അടർന്നു വീണു. അതും ഈ ഭഗവാന്റെ വിഗ്രഹത്തിന്റെ മുകളിൽ വീണു. ശിവപൂജയായിട്ട്. അപ്പൊ എന്തായി? 2ാമത്തെ യാമമായി. 2ാമത്തെ യാമത്തിലെ പൂജ കഴിഞ്ഞു. അയാൾ അറിയണില്ല. 2ാമത് വന്ന മാനും ഇതേപോലെയാണ് വെള്ളം കുടിക്കാൻ ഭാവിക്കവേ തന്റെ നേരെ അസ്ത്രമയക്കാൻ കാത്തിരിക്കുന്ന വേടനെ കണ്ടത്. ആ മാനും പ്രാർത്ഥിച്ചു, അങ്ങനെ കൊന്നോളൂ, പക്ഷേ എനിക്ക് സ്വല്പം സമയം സാവകാശം തരണം. ആ വേടൻ പറഞ്ഞു, ഇതേപോലെ കുറച്ചു മുൻപൊരു മൃഗം വന്നിട്ട് പോയതാണ്, ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല, ഞാൻ എങ്ങനെ നിന്നെ വിശ്വസിക്കും? അപ്പൊ ആ മൃഗം പറയുകയാണ്, വിശ്വാസഘാതകേച്ച തഥാവൈ ഛലകർത്തരി സ്ത്രീയസ്വാമിനോഹ്യാജ്ഞാം സമുല്ലംഘ്യക്രിയാന്വിത. വിശ്വാസവഞ്ചന ചെയ്യുന്നവർക്ക് കിട്ടുന്ന നരകം എനിക്ക് ബാധിച്ചോട്ടെ. തന്റെ ഭർത്താവിനെ വഞ്ചിക്കുന്ന ഒരു സ്ത്രീക്ക് കിട്ടുന്ന നരകം എന്നെ ബാധിച്ചുകൊള്ളട്ടെ. ഞാൻ പറഞ്ഞ വാക്കു പാലിച്ചില്ലെങ്കിൽ ഞാൻ നരകയാതന അനുഭവിച്ചുകൊള്ളട്ടെ എന്നൊക്കെ പറഞ്ഞ് ശപഥം ചെയ്യുകയാണ്. അപ്പൊ ദയവ് തോന്നി വേടൻ ആ മാനിനെയും പോവാൻ അനുവദിച്ചു. അപ്പോഴേക്കും 2ാം യാമവും കഴിഞ്ഞു. ആദ്യം പോയ മാനും വന്നിട്ടില്ല, 2ാമത് യാത്ര പറഞ്ഞു പോയ മാനും വന്നിട്ടില്ല. 3ാമത്തെ യാമത്തിലേക്ക് പ്രവേശിച്ചു. അതേപോലെ രാത്രിയാണ്. മറ്റൊരു മാൻപേട വെള്ളം കുടിക്കാൻ വേണ്ടി വരുന്നു. വേടൻ തീരുമാനിച്ചു, ആദ്യം പറ്റിയ പോലെ അബദ്ധം പറ്റരുത്, എന്തായാലും ഇതിനെ കൊല്ലാം. അങ്ങനെ ആയുധം തയ്യാറാക്കി അസ്ത്രമയക്കാൻ ഭാവിക്കവേ അപ്പോഴും ഇത് തന്നെ സംഭവിച്ചു എന്നാണ്. തന്റെ പാത്രത്തിൽ നിന്നും അല്പം ജലം താഴെയുള്ള ആ ശിവലിംഗത്തിൽ പതിക്കുന്നു. 2ഓ 3ഓ കൂവളത്തിലെയും ആ വൃക്ഷത്തിൽ നിന്ന് താഴേക്ക് വീഴുന്നു. എന്തായി? 3ാം യാമത്തിലെ പൂജയും അവിടെ കഴിഞ്ഞു. അതേ കൃഷ്ണമൃഗവും 3ാമത് വന്ന മാൻപേടയും വേടനെ കാണുന്നു. വേടനോട് പ്രാർത്ഥിക്കുന്നു, പറയുന്നു, എന്നെ പോവാൻ അനുവദിക്കൂ, ഞാൻ മടങ്ങി വരാം. മനസ്സില്ലാ മനസ്സോടെ ആണെങ്കിലും അതിനെയും പറഞ്ഞയച്ചു വേടൻ. അങ്ങനെ 3ാം യാമവും കഴിഞ്ഞു. 4ാം യാമമായി. രാത്രിയുടെ അന്ത്യയാമം. കുറച്ചു കഴിഞ്ഞാൽ സൂര്യോദയാവും. അയാളിങ്ങനെ കാത്തിരിക്കുകയാണ്. 4ാം യാമത്തില് അയാൾ നോക്കുമ്പോൾ കാണുന്ന അത്ഭുതകരമായ കാഴ്ച, കുറേ മാനുകൾ ഒന്നിച്ചിങ്ങോട്ട് വരികയാണ്. ആദ്യം യാത്ര പറഞ്ഞു പോയത്, 2ാമത് വന്നിട്ട് പോയത്, 3ാമത് വന്നിട്ട് പോയത്. ഈ എല്ലാ മാനുകളും കൂട്ടമായിട്ട് വന്ന് അദ്ദേഹത്തിന്റെ മുൻപിൽ അങ്ങനെ നിരന്നു നിൽക്കണു. അവ എന്താ പറയണത്? ഞങ്ങളെ എല്ലാം കൊന്നോളൂ, ഞങ്ങളുടെ എല്ലാ മാംസം കൊണ്ടുപോയിട്ട് അങ്ങ് സൂക്ഷിച്ചോളൂ, ഉണക്കി സൂക്ഷിച്ചോളൂ. അങ്ങയുടെ കുടുംബത്തിന് എത്രയോ നാളുകൾക്ക് ഇനി വിശപ്പ് അടക്കാനുള്ള ഭക്ഷണമാവും. എന്നിങ്ങനെ തൻ്റെ മുന്നിൽ നിരന്നു നിൽക്കുന്ന ഈ മാനുകളെ കണ്ടതും വേടന്റെ മനസ്സലിയാൻ തുടങ്ങി. അദ്ദേഹത്തിന് പോലും അത്ഭുതമായി എന്നാണ്. ഞാൻ എന്നും മൃഗങ്ങളെ കൊന്നിട്ടേ ഉള്ളൂ, അതിൻ്റെ മാംസത്തെ ഭക്ഷണമാക്കിയിട്ടേ ഉള്ളൂ. മനുഷ്യർക്ക് പോലും ഇല്ലാത്ത ആ ഒരു കാരുണ്യം, ആ ദയ, ആ ഒരു പരോപകാര തൽപരതയാണല്ലോ ഈ മൃഗങ്ങൾ കാണിക്കുന്നത്. അവരുടെ ശരീരം അവർ ഉപേക്ഷിക്കാൻ തയ്യാറാവുകയാണ്, ആത്മാഹുതി ചെയ്യാൻ തയ്യാറാവുകയാണ്. എന്തിനു വേണ്ടി? തൻ്റെ ഭക്ഷണം, തൻ്റെ കുടുംബത്തിൻ്റെ വിശപ്പ് മാറ്റാൻ വേണ്ടിയിട്ട് അവര് തൻ്റെ ശരീരത്തെ ഉപേക്ഷിക്കാൻ തയ്യാറാവുകയാണ് ഈ മൃഗങ്ങൾ. ഞാൻ എത്ര ക്രൂരനാണ്, എത്ര മഹാപാപമാണ് ചെയ്തിട്ടുള്ളത് എന്നിങ്ങനെ ചിന്തിച്ച് അയാൾക്ക് അസ്ത്രം അയക്കാൻ തോന്നുന്നില്ല എന്നാണ്. അപ്പോഴത്തേക്കും 4ാം യാമം ആരംഭിച്ചു കഴിഞ്ഞു. അയാൾ താഴെ ഇറങ്ങാൻ ഭാവിക്കുകയാണ്. അപ്പോഴും അയാൾ സൂക്ഷിക്കണം പാത്രത്തിലെ ജലം ഭഗവാന്റെ
ആ വിഗ്രഹത്തിന്റെ മുകളിൽ വന്ന് പതിച്ചു. ഏതാനും കൂവളത്തിലകളും വന്ന് പതിച്ചു. 4-ാം യാമത്തിലെയും ശിവപൂജയും അവിടെ പൂർത്തിയായി. അയാൾ താഴെ ഇറങ്ങി വരുമ്പോൾ അയാൾക്ക് മനസ്സ് വരുന്നില്ല അസ്ത്രം അയക്കാൻ, ആയുധം പ്രയോഗിക്കാനുള്ള മനസ്സ് വരുന്നില്ല. അപ്പോഴാണ് ആ മാനുകളുടെയും വേടന്റെയും മുന്നിൽ ആ ശിവലിംഗത്തിൽ നിന്നും ഭഗവാൻ ആവിർഭവിച്ചു എന്നാണ്, ഭഗവാൻ ദർശനം കൊടുത്തു എന്നാണ്. മാനുഷ്യം ജന്മസംപ്രാപ്യ സാധിതം കിം മയാധുന പരകായം ച സംവീട്യ ശരീരം പോഷിതം മയ കുടുംബം പോഷിതം നിത്യം കൃത്വാ പാപാന്യനേകശ. താഴെ ഇറങ്ങുന്ന വേടൻ ചിന്തിച്ചത് എന്താണ്? ഞാൻ മറ്റ് മൃഗങ്ങളെ വേദനിപ്പിച്ച് അവയെ കൊന്ന് അവയെ വേദനിപ്പിച്ചിട്ട് അവയുടെ മാംസം കൊണ്ടുവന്ന് ഞാൻ എൻ്റെയും കുടുംബത്തിൻ്റെയും പോഷണം മാത്രമേ ഇതുവരെ ചെയ്തിട്ടുള്ളൂ. എത്ര പാപകർമ്മം ഞാൻ ചെയ്തു, എത്ര മഹാപാപിയാണ് ഞാൻ, എൻ്റെ ഗതി എന്താവും എന്നിങ്ങനെ ചിന്തിച്ചുകൊണ്ട് പശ്ചാത്താപത്തോടുകൂടി അവിടെ നിൽക്കുന്ന വേടന്റെ മുന്നിലാണ് ഭഗവാൻ ശ്രീശങ്കരൻ ദർശനം കൊടുത്തത്. വരം ബ്രൂഹി പ്രസന്നോസ്മി മൃതേനാനേന ഭില്ലക. നീ ഇന്ന് ചെയ്ത ശിവരാത്രി വ്രതത്തിന്റെ ഫലമായിട്ട് നിന്റെ പാപങ്ങളൊക്കെ പോയി കഴിഞ്ഞു, എന്താണ് വരം വേണ്ടത് എന്ന് ചോദിക്കുന്നു. ഭഗവാനെ കണ്ടതും ആ വേടന് തന്റെ തെറ്റുകൾ മനസ്സിലായി. ആ ശിവപാദങ്ങളിൽ വീണങ്ങോട്ട് നമസ്കരിച്ചു. ആ വേടനെ അനുഗ്രഹിച്ചുകൊണ്ട് പറയാണ് മഹാദേവൻ, ശൃണു വ്യാധാദ്യഭോഗസ്ത്വം ഭുങ്ഷ്വ ദിവ്യാന്യധേപ്സിതാൻ രാജധാനിം സമാശ്രിത്യ ശൃംഗവേരപുരേ വരാം അനപായ വംശവൃദ്ധി ശ്ലാഘനീയാസുരൈരപി. താങ്കൾ ഒരു കാര്യം ചെയ്യൂ, മടങ്ങിപ്പോകൂ. താങ്കൾ ഇനി മുതൽ വസിക്കേണ്ടത് ശൃംഗവേരപുരത്തിലാണ്. വേടന്മാരുടെയൊക്കെ വനവാസികളുടെയൊക്കെ നാഥനായിട്ട് ഇന്ന് മുതൽ താങ്കൾ അറിയപ്പെടും. ശൃംഗവേരപുരത്തിൽ വസിക്കുന്ന താങ്കൾ ഗുഹൻ എന്ന പേരിൽ അറിയപ്പെടും. താങ്കൾക്ക് വിഷ്ണു അവതാരമായിട്ടുള്ള ശ്രീരാമചന്ദ്രനെ കാണാനും പൂജിക്കാനും ഒക്കെയുള്ള അവസരം ഉണ്ടാവും എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചു എന്നാണ്. അങ്ങനെയാണ് ആ വേടനെ യാത്രയാക്കിയത്. അപ്പോൾ അറിയാതെയാണെങ്കിൽ കൂടി ശിവരാത്രി വ്രതം അനുഷ്ഠിച്ച, അന്ന് വ്രതമാണെന്ന് അറിഞ്ഞിട്ടില്ല, തന്റെ ജീവിതത്തിൽ ഒരിക്കലും ശിവപൂജ ചെയ്തിട്ടില്ല, ശിവനാമങ്ങളെ ജപിച്ചിട്ടില്ല, അങ്ങനെ ഒരു വനത്തിൽ വസിക്കുന്ന ഒരു വേടൻ അറിയാതെ പോലും ചെയ്ത ശിവാർച്ചനയുടെ ഫലം. അതാണ് ആ ഗുഹന്റെ പൂർവ്വചരിത്രം എന്ന് പറയുകയാണ്. ആ ഗുഹന് ശ്രീരാമചന്ദ്രനെ കാണാൻ കഴിഞ്ഞു. രാമായണമൊക്കെ നമുക്ക് വായിച്ചിട്ടുള്ളവർക്കറിയാം. ഗുഹ സമാഗമം, ശൃംഗവേരപുരത്തിൽ ശ്രീരാമൻ ഗുഹനുമായിട്ട് കണ്ടുമുട്ടുന്നതും ആ ഗുഹനെ അനുഗ്രഹിക്കുന്നതും ഒക്കെ ആയിട്ടുള്ള കഥ കേട്ടു. ഇവിടെ ഈ കൃഷ്ണമൃഗങ്ങൾക്ക് ആ ശരീരം ഉപേക്ഷിക്കാനും ശിവലോകത്തെ പ്രാപിക്കാനും കഴിഞ്ഞു എന്നാണ്. അവിടെ ആ വനത്തിൽ ഭഗവാൻ ആവിർഭവിച്ചതായ ആ ശിവലിംഗമാണ് അർബുദാചലേശ്വര ശിവലിംഗം എന്ന പേരിൽ പ്രസിദ്ധമായിട്ട് തീർന്നത് എന്നാണ് പറഞ്ഞത്. ഈ ശിവരാത്രി വ്രതത്തിന്റെ മഹാത്മ്യത്തെ കേട്ടാൽ തന്നെ ശിവരാത്രി വ്രതം ദിവ്യം ഭുക്തിമുക്തിപ്രദം സദാ, അത് കേട്ടാൽ മതി എന്നാണ്. നമ്മൾ വ്രതമൊന്നും അനുഷ്ഠിച്ചില്ലെങ്കിൽ കൂടി ആ വ്രത മഹാത്മ്യം കേട്ടാൽ തന്നെ അത് ഭുക്തിമുക്തിപ്രദമാണ്. അങ്ങനെ ശിവരാത്രി വ്രതം വ്രതരാജൻ എന്നാണ് അറിയപ്പെടുക. ശൈവവ്രതങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഒന്നാണ് ശിവരാത്രി വ്രതം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഒരു വർണ്ണനം അവിടെ സമർപ്പിക്കുന്നത്.